ഗുഡ് ഈവനിങ്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ പുതിയ ഒരു ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വളരെ കൃത്യമായി കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ പുതിയ പുതിയ സെഷൻസ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് 7ാമത്തെ സെഷനിലേക്കാണ് വരുന്നത്. 7ാമത്തെ സെഷനിൽ വിശിഷ്ടാതിഥിയായിട്ട് അബ്ദുൽ ലത്തീഫ് സാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് പ്രത്യേകിച്ച് തേർഡ് ഏജിനെ കുറിച്ച്, ഫസ്റ്റ് ഏജ്, സെക്കൻഡ് ഏജ്, തേർഡ് ഏജ് എന്ന് പറഞ്ഞ 3 സ്റ്റേജുകളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 3ാമത്തെ ഏജിൽ, തേർഡ് ഏജിൽ എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ മെൻ്റൽ വെൽനെസ്സിനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ശോഭന മാമിൽ നിന്നും കൂടെ കേൾക്കും. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ദിവസം ഔദ്യോഗികമായി നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ KCTയുടെ കോട്ടയം ബാനറിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിന് വെൽക്കം പറയാൻ വേണ്ടി ഞാൻ ശ്രീകുമാരി മാമിനെ ക്ഷണിക്കുകയാണ്. ശ്രീകുമാരി മാം. താങ്ക് യു സാർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എല്ലാവർക്കും നമസ്കാരം. KCTA എന്ന കേരള സ്റ്റേറ്റ് കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി എന്നെയും ഉൾപ്പെടുത്തിയതിൽ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അസോസിയേഷനുകൾ, ട്രെയിനിങ് കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിലെ മാനസിക, ശാരീരിക ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കാൻ വളരെയധികം സഹായിക്കും. അതിന് എത്രയും കോട്ടയം ജില്ലയിൽ രൂപീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലും താങ്ക്സ്, നന്ദി പറയുന്ന എല്ലാവരോടും. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് നമ്മുടെ KCTയുടെ സ്റ്റേറ്റ് ട്രഷറർ കൂടിയായ അബ്ദുൽ ലത്തീഫ് സാറാണ്. അദ്ദേഹം കേരളത്തിലെ പ്രശസ്ത കൗൺസിലറും ലൈഫ് കോച്ചും ഒക്കെയായ അദ്ദേഹം എല്ലാവർക്കും അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ KCTയുടെ കോട്ടയം ജില്ലയുടെ പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രെയിനർ ശോഭന മാമാണ്, എൻ്റെ സുഹൃത്താണ്. എന്നെ ഈ KCTയെ കോട്ടയം ജില്ലയിലേക്ക് കൊണ്ടുവന്ന മാമാണ്. മാമുമായിട്ട് ഞങ്ങൾ വളരെയധികം അടുത്ത് സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാമ. വളരെ നല്ലൊരു ട്രെയിനറും NSDC സർട്ടിഫൈഡ് ഹോൾഡറും ഒക്കെ പ്രശസ്തയായ ഒരു വ്യക്തിത്വമാണ് ശോഭന മാം. മാമിൻ്റെ നിരവധി ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ മാം U3യുടെ മാങ്ങാനം യൂണിറ്റ് മെമ്പറാണ്. മാമിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്ന, വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ നല്ല ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന മാമിനെ KCTയുടെ കോട്ടയം ജില്ലയുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ KCTയുടെ കോട്ടയം ജില്ലയുടെ ഭാരവാഹികളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് സാബു കേരളം സാറിനെ ഉൾപ്പെടെ ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല എങ്കിലും എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറ് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്നു. സാബു സാറിലേക്ക് കൈമാറുന്നു. വെൽക്കം സാർ. താങ്ക് യു മാം. താങ്ക് യു. സോ നമുക്ക് അബ്ദുൽ ലത്തീഫ് സാറിന് ഒരു ഗസ്റ്റ് സ്പീക്കർ എന്ന നിലയിൽ KCTയെ കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അബ്ദുൽ ലത്തീഫ് സാർ, പ്ലീസ്. താങ്ക് യു ഡോക്ടർ സാബു സാർ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു ശുഭസാഹ്യാനം ആശംസിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ KCTയെ കോട്ടയം ചാപ്റ്ററിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഈ ഒരു മെന്റൽ വെൽനെസ് ഡേയുമായി ബന്ധപ്പെടുന്ന ഒത്തിരി ക്ലാസ്സുകളാണ് ഈ നമ്മുടെ സാബു സാറ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, സാബു സാർ മാത്രമല്ല നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ആനിയമ്മ ജോർജ്, അതുപോലെ തന്നെ ഹസീന ബുർഹാൻ, അതുപോലെ ലതാമോൾ, പിന്നെ ഇന്ന് എനിക്ക് വെൽക്കം പറഞ്ഞിട്ടുള്ള, എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്തിട്ടുള്ള ശ്രീകുമാരി മാം, അതേപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനറേഷനെ പറ്റി നമ്മൾ ഓരോ സമയങ്ങളും അവയർ ആണ്. നമ്മളൊക്കെ പ്രത്യേകിച്ച് കൗൺസിലേഴ്സും ട്രെയിനേഴ്സും
സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ഈ ഒരു തേർഡ് ഏജ് അത് കൃത്യമായിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഈ സമയം, കൂടുതൽ സമയത്ത് ഞാൻ നിങ്ങളൊന്നും ശല്യം ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും ഔദ്യോഗികമായിട്ട് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച നമ്മുടെ ചാപ്റ്ററിനെയും അതുപോലെ അതിന്റെ ഭാരവാഹികളെ വീണ്ടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം KCTA, അതായത് കേരള കൗൺസിലേഴ്സ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബാനറിൽ നിന്നുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അനുവദിച്ച് കിട്ടിയിട്ടുള്ള അത് ഒരു സൂം പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും അറിയാം, നമ്മൾ വളരെ ദൂരെ നിന്നുകൊണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതൽ ഇനിയുള്ള ക്ലാസ്സുകളും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമുക്ക് റെക്കോർഡ് അവൈലബിൾ ആണ്. മാക്സിമം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതോടൊപ്പം ഇത്തരം നല്ല മെസ്സേജുകൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് KCTA എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിലൂടെ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തലുകൾ വേണമെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. കാരണം ഇന്ന് ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുമ്പോഴും ഒത്തിരി ആളുകൾ ഈ ഒരു ടെൻഷൻ കൊണ്ടും പ്രയാസം കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികം മാത്രമല്ല, എല്ലാ രീതിയിലും നമുക്ക് ഇന്ന് പഴയ ഒരു 2-3 ജനറേഷൻ അപേക്ഷിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സുഖ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് അവൈലബിൾ ആണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ക്ലിയർ അല്ല എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിൽ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഫാക്കൽറ്റി എന്ന് പറയുന്ന ശോഭന ടീച്ചർ, നമുക്കറിയാം മാം ഒരു റിട്ടയർഡ് പ്രിൻസിപ്പൾ കൂടിയാണ്. ഒത്തിരി അനുഭവങ്ങൾ മാമിന്റെ കയ്യിൽ നിന്നും നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനിയുള്ള തുടർ ക്ലാസ്സുകളിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഒരു കൈകോർത്തുകൊണ്ട് ഈ ഒരു കോട്ടയം ചാപ്റ്റർ മാത്രമല്ല, കേരളത്തിന്റെ 14 ജില്ലകളിലും KCTA എന്ന് പറയുന്ന ഈ സംഘടനയോട് കൂടെ ഒപ്പം നിങ്ങളും ഉണ്ടാവണമെന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു അബ്ദുൽ സാർ. വളരെ മനോഹരമായ ഒരു സന്ദേശത്തിലൂടെ KCTA കുറിച്ചും തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി സാറ് പറഞ്ഞു. വളരെ സന്തോഷം കോട്ടയം KCTA-യുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരു ചീഫ് ഗസ്റ്റായി എത്തിയതിന്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തീർച്ചയായിട്ടും ശോഭന ടീച്ചർ റെഡിയാണ്. ശോഭന ടീച്ചർ തുടങ്ങിക്കോളൂ. നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വലിയ സംരംഭത്തിലെ അംഗമാകാൻ സാധിച്ചതിനും ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇത്തിരി സമയം ചെലവഴിക്കാൻ ഒരവസരം കിട്ടിയതിന് മഹാഭാഗ്യമായി കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ KCTA-യുടെ കോട്ടയം ജില്ലാ ഭാരവാഹികളോട്, സാബു സാറിനോട്, അതുപോലെ നമ്മുടെ കേന്ദ്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ പ്രധാന നേതൃത്വം വഹിക്കുന്ന ആളുകളോട് എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ എൻ്റെ ആ ചെറിയ ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ. പടം ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാം. എന്തെങ്കിലും ഓർമ്മകൾ, എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? പണ്ടുള്ള വീടുകളുടെ ഒരു ഇത്, ഓടിട്ട വീടുകളുടെ ഒരു പഴയ തറവാട്ട് വീടാണ്. പഴയ തറവാട് മുറ്റം. ഓക്കെ, എന്നാ ഞാനിതിലെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന തേന്മാവിന്റെ കഥയൊന്ന് പറയുകയാണ്. എന്നെ 4 പരുവത്തില് ഈ തറവാടിന്റെ മുറ്റത്ത് നട്ടു വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ വെള്ളമൊഴിച്ചപ്പോൾ തളിർത്തു അല്ലെങ്കിൽ വളർന്നു, വളമിട്ടപ്പോൾ ഞാൻ വലുതായി, ഞാൻ അങ്ങനെ ഒരു വലിയ വൃക്ഷമായി മാറി. അപ്പോഴേക്കും എനിക്ക് ധാരാളം പൂവുകൾ ഉണ്ടായി,
എന്നിൽ ധാരാളം കായ്കളുണ്ടായി. ആ കായ്കളൊക്കെ പഴങ്ങളായി. അപ്പോൾ ധാരാളം കിളികൾ വന്നു. ധാരാളം ആളുകൾ എൻ്റെ പഴത്തിന്റെ രുചി ആസ്വദിച്ച് എല്ലാവരും എന്നെ പ്രകീർത്തിച്ചു. അങ്ങനെ ഞാനൊരു രാജ്ഞി കണക്കെ അവിടെ നിന്നു കുറെ നാളുകൾ. എന്നാൽ ഇന്ന് എനിക്ക് പൂക്കാൻ കഴിയുന്നില്ല, എനിക്ക് കായ്ക്കാൻ കഴിയുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലാണ്. അതാ ആ കോണിൽ നിന്നും ആ വീട്ടിലെ മരുമകൾ ഇറങ്ങി വരികയാണ്, ഒരു ചൂലും പിടിച്ചുകൊണ്ട്. മാവിൻ ചോട്ടിൽ വന്നിട്ട് പറയുകയാണ്, ഓ, എത്ര നാളായി ഞാൻ പറയുന്നു ഇതൊന്ന് വെട്ടിക്കളയാൻ. മുറ്റടിച്ചു മനുഷ്യന്റെ നടു ഒടിഞ്ഞ്. ഉടനെ ആ ഭർത്താവ് പറയുകയാണ്, വാതിക്കൽ നിന്ന് പത്രം വായിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാനും കുറെ നാളായി ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന ആർക്കേലും മാവ് വേണോന്ന്. ഇപ്പൊ മരിച്ചാൽ പോലും ആർക്കും മാവ് വേണ്ട, പിന്നെ ഞാൻ എന്താ ചെയ്യുക? നിങ്ങളാണെങ്കിൽ ഈ മാവിനെ എന്ത് ചെയ്യും എന്ന് ഒന്ന് ചിന്തിച്ചു പറയൂ. ഇങ്ങനെ ഒരു മാവ് വലിയ ഗുണമൊന്നുമില്ല നിൽക്കുക, അതിനെ എന്ത് ചെയ്യുമായിരിക്കും? പൊന്നോമനയായിട്ട് വളർത്തും. ഓമനയായിട്ട് വളർത്തും. രാധാമോൾ മാഡം പറഞ്ഞു, ഒരിക്കലും ഞാനത് നശിപ്പിക്കില്ല, ഓമനയായിട്ട് വളർത്തും. ഓക്കെ, എന്റെ നമ്മുടെ വെട്ടിക്കളയുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? തണലെങ്കിലും ഉണ്ടാവുമല്ലോ നമുക്ക് അവിടെ പോയി ഒരു ആ, തണലുണ്ടാവില്ല. അവിടെ തൊഴിലുറപ്പിന് വരുന്ന സ്ത്രീകൾ മാത്രമാണ് ഈ മാവിന്റെ ചൂട്ടിൽ ഇരിക്കാൻ വരുന്നത്. ആർക്കെങ്കിലും ഗുണം ഉണ്ടാവും അല്ലെ? ഒരു തണലുണ്ടെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ അകത്ത് AC ഇല്ലെങ്കിലും പുറത്ത് AC ആയിട്ട് പ്രവർത്തിക്കാൻ ഈ മാവിന് കഴിയും. അപ്പൊ ഈ മാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ഉത്തരം പറയണം. ചോദ്യം ഇങ്ങനെയാണ്: പിന്നാലെ വന്നവൻ മുന്നാലെ പോയി, കൂടെ കിടന്നവൻ വേഷം മാറി. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി, കൂടെ കിടന്നവൻ വേഷം മാറി. ചാരത്തിരുന്നവൻ ദൂരത്തു പോയി, മരത്തിന്മേൽ കിടന്നവൻ കൂട്ടായി. മരത്തിന്മേൽ കിടന്നവൻ കൂട്ടായി. ഉത്തരം കിട്ടിയോ? ഇലയാണോ? എന്തോ? മാവിന്റെ ഇലയാണോ? ഒന്നുകൂടെ പറയണം. കാക്കയാണോ? താമസിച്ച് വന്ന ഒരാൾ നേരത്തെ പോയി, കൂടെ കിടന്നയാളുടെ നിറമൊക്കെ അങ്ങ് മാറി. പിന്നെ ചാരത്തിരുന്നയാൾ ദൂരത്തോട്ട് പോയി. മാവിന്റെ അതുപോലെ ഇലയാണോ? മരത്തിൽ കിടന്ന ഒരാളാണ് അവസാനം തുണയായി വന്നത്. മാവിലയാണോ? മാവിലെ അല്ല, നമ്മുടെ പക്ഷികളാണ് കാക്ക. എന്തോ കാക്കയോ അങ്ങനെ പക്ഷികളാണോ? അല്ല, നമ്മുടെ ജീവിതവുമായി അതിനെ ഒന്ന് ബന്ധിച്ചിട്ട് ഒന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരാള് താമസിച്ച് വന്ന ഒരാൾ നേരത്തെ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കൂടെ കിടന്നയാളുടെ നിറം മാറുന്നുണ്ട്. ഈ താമസിച്ചു പോയ ആള് നേരത്തെ താമസിച്ച് വന്നിട്ട് നേരത്തെ പോയ ആളുടെ അടുത്ത് കിടന്ന ഒരാളുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ. അതുപോലെ തന്നെ ചാരത്തിരുന്ന കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ദൂരേക്ക് പോയി. പിന്നെ അവസാനം ഇപ്പോൾ ഒരു മരത്തിൽ കിടന്ന ഒരാളാണ് കൂട്ട്. മരണിച്ചു കഴിഞ്ഞ് ശവപ്പെട്ടി തട്ടുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുക. നമ്മുടെ ജീവിതവും ആ മരത്തിൽ കിടന്ന ആള് കൂട്ടുപിടിക്കുന്ന എപ്പോഴാ? തടിയാണോ? ആ വടി. വടി കൂട്ടുപിടിക്കുന്ന എപ്പോഴാ? വയസ്സാകുമ്പോ. അപ്പൊ എന്താണ് ഉത്തരം? വാർദ്ധക്യാണ് ഉത്തരം. അപ്പൊ പിന്നാലെ വന്ന ആരാ? താമസിച്ച് വന്നിട്ട് നേരത്തെ പോയതാരാ നമ്മുടെ ജീവിതത്തില്? നമ്മുടെ മുഖത്തുള്ള ഒരാളാ. താമസിച്ച പുള്ളി വരുന്നത്, പക്ഷെ നേരത്തെ ചെറുപ്പമല്ല. നമ്മുടെ നമ്മുടെ മുഖത്തിന്റെ കണ്ണാടി എന്ന് പറയുന്നത്. മുഖത്തിന്റെ കണ്ണാടി, അതിലൂടെയാണ് നമ്മൾ എല്ലാവരെയും വശീകരിക്കുക. ട്രെയിനേഴ്സായ നാം എല്ലാം മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തന്നെ ആ ഒരു സാധനത്തിലൂടെയാണ്. അല്ലെങ്കിൽ ആ ഒരു എന്തായിരിക്കും, മനസ്സ്. നമ്മൾ ഉണ്ടാകുമ്പോഴേ നമുക്കില്ല, ഇത്തിരി കഴിയുമ്പോഴാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി നേരത്തെ പോവുകയും ചെയ്യും, പ്രായമാവും. സൗന്ദര്യം, യൗവനം. പല്ല്
അല്ലേ? ശരിയല്ലേ? വരണ്ടേ? പൂരത്തിന്റെ കണ്ണാടിയാണോ? അത് താമസിച്ച് വന്നിട്ട് നേരത്തെ പോയോ? ഓക്കെ. കൂടെ കിടന്നയാള് നിറം മാറി. കൂടെ കിടന്നയാള് തലമുടി തലമുടി അല്ലേ? നിറമൊക്കെ മാറി. പിന്നെയോ ചാരത്തിരുന്നയാള് അടുത്ത് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ദൂരേക്ക് പോയി. കണ്ട വെള്ളെടുത്ത് വെള്ള ആ മരത്തിൽ കിടന്ന ആളെ അവസാനം കൂട്ട് കിട്ടിയത്. മരത്തിൽ കിടന്ന ആളെ അവസാനം കൂട്ട് കിട്ടി. വടി 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 പിടി കിട്ടിയല്ലോ. ഇതാണ് വാർദ്ധക്യം. ഈ വാർദ്ധക്യത്തിലെ ഈ നടപ്പ് കാണുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അപ്പച്ചൻ ഉള്ളത് എന്ന് തോന്നുന്നുണ്ടോ? ആ നടപ്പ് കണ്ടിട്ട് നടക്കാൻ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആരെങ്കിലും വടി മാത്രമേ കൂട്ടുള്ളൂ അല്ലേ? സപ്പോർട്ട് അല്ലേ? ലോൺലിനെസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഐസൊലേഷൻ ഉണ്ട്, ആരുമില്ല കൂടെ. പിന്നെയോ മക്കളൊക്കെ UK-ലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. പക്ഷെ തനിയെ പോവുകയാണ് മരുന്ന് വാങ്ങിക്കാൻ. അപ്പൊ മരുന്ന് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും? ഫിസിക്കൽ ഇൽനെസ് ഉണ്ടായിരിക്കും. പിന്നെയോ കണ്ടിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല അല്ലേ? പെൻഷനൊക്കെ ഉള്ള അപ്പച്ചനായിരിക്കും. പിന്നെയോ എന്തായാലും ആ നടപ്പില് ആ പോക്കില് നമുക്ക് തോന്നും അവിടെ ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട് എന്ന് തോന്നും. ശരിയല്ലേ? അങ്ങനെ ആയിരിക്കും അല്ലേ? ശരി. അപ്പൊ നമ്മുടെ ഇവിടെ കണക്കുകൾ പറയുന്നത് 3-ൽ ഒരാൾക്ക് മെന്റൽ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ്. അതുപോലെ 20-ൽ ഒരാൾക്ക് സിവിയർ ആയിട്ടുള്ള മെന്റൽ പ്രോബ്ലം ഉണ്ട് എന്നാണ്. പിന്നെയോ സീനിയർ സിറ്റിസൺസില് അല്ലെങ്കിൽ സീനിയേഴ്സിന് 8.8 മില്യൺ ആൾക്കാർക്കും പിന്നെ സിവിയർ ആയിട്ടുള്ള മെന്റൽ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ്. ഡിമെൻഷ്യ അല്ലെങ്കിൽ അഷിമേഴ്സ് ഒക്കെ ആയിട്ട് ഇവർ വലയുന്നുണ്ട് എന്നും കണക്കുകൾ പറയുന്നു. അപ്പൊ നമുക്കൊന്ന് നോക്കാം നമ്മുടെ പ്രകൃതിയിലേക്ക്. അവിടെ ഇങ്ങനെയൊക്കെയാണോ എന്ന് നോക്കാം. വീഡിയോ ആയിരുന്നേ, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ വരത്തില്ലേ സാറേ? വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കണം മാം. ഫുൾ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അത് ചെയ്താൽ ഏറ്റവും മുകളിൽ ഒരു കപ്പ് പോലത്തെ ഒരു ഇത് കണ്ടോ? അതായിരുന്നു. ഫുൾ സ്ക്രീൻ ആക്കാവോ? യെസ്. ഇനി ക്ലിക്ക് ചെയ്തു. കണ്ടോ? പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഇവറ്റകളെയൊക്കെ കണ്ടിട്ട് നമ്മുടെ മനുഷ്യന്മാർ വല്ലതും പഠിക്കുന്നുണ്ടോ? പഠിച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളയ്ക്കില്ലായിരുന്നു. ഇന്നിവിടെ അമ്മ തന്നെ അമ്മിഞ്ഞ പാലിന്റെ മാധുര്യം അറിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മമാരെയോ മാതാപിതാക്കളെയോ ഉപേക്ഷിക്കില്ലായിരുന്നു. നാളെ നമുക്ക് കാണാൻ പോകുന്നത് 12 ലക്ഷത്തിന്റെ റോബോട്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഓടിക്കളിക്കുന്നതായിരിക്കും. ഇനി അമ്മയുടെ ഗർഭപാത്രവും വേണ്ട എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പേരൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ആ മുത്തശ്ശിയുടെ ആ സന്തോഷം ഒന്ന് നോക്കുക. ആ കൊച്ചുമോളുമായിട്ടുള്ള ആ ഇരിപ്പില്, ആ കൂട്ടുകെട്ടില് ആ കൈ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന നോക്കുക. എത്ര സന്തോഷത്തോടെയാണ് അവർ രണ്ടും കൂടിയുള്ള ആ വർത്തമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ 7ഉം 70ഉം ഒരുപോലെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. 70-ന് എന്താ കുഴപ്പം ചോദിച്ചാൽ ഉത്തരം പറയാമോ? 70-ന് എന്താ കുഴപ്പം? 70-കളാണെന്ന് തിളങ്ങി നിൽക്കുന്നത്. പറയാവോ 70-കൾ എങ്ങനെ തിളങ്ങി നിൽക്കുന്നു? ആരേലും കാര്യം പറയാവോ? നമ്മുടെ 70-കൾ പ്രധാനപ്പെട്ട ലോക നേതാക്കളൊക്കെ ലോക നേതാക്കൾ മുഴുവൻ, സലീമ ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മുടെ ഇന്നുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കൾ മുഴുവൻ, മോദിജി തൊട്ട്
ട്രംപ് എടുത്താലും ഏത് നേതാവിനെ എടുത്താലും 70 കഴിഞ്ഞാണ് അവരൊക്കെ തിളങ്ങിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ 70-കൾ 60-കൾ കഴിഞ്ഞ ഈ തേർഡ് ഏജിലുള്ള ആൾക്കാർക്ക് എല്ലാം കഴിവും പിന്നെ ബുദ്ധിയും എല്ലാം ഉള്ള വലിയ വലിയ സമ്പത്തുകളാണ് അവരെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമ്മൾ ട്രെയിനേഴ്സിനാണ്. നമ്മൾ ട്രെയിനേഴ്സാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അവരുടെ പിന്നെ പുഞ്ചിരി മാഞ്ഞതിന്റെ കാരണം അന്വേഷിക്കാൻ, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് തിളങ്ങുന്ന വ്യക്തിത്വമാക്കി മാറ്റാം എന്നുള്ളത് നമ്മുടെ ട്രെയിനേഴ്സിന് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി 7 70 നമുക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഹൗ ക്യാൻ യു മേക്ക് 7 an even number? How do you make 7 an even number? 7ന്റെ കൂടെ ഒരാളും കൂടെ ചേർന്നാൽ ഒന്നും കൂടെ ചേർന്നാൽ ഈവൻ ആവും. 7 + 1 8 ആണ് അല്ലേ? അങ്ങനെയല്ല, കുസൃതി ചോദ്യമാണ്. Take S out of that. ടേക്ക് അവേ യെസ്. യെസ് രാജു വിലുപ് സാറാണോ പറഞ്ഞേ? അതെ അതെ. അതെ അതെ. ടേക്ക് അവേ യെസ്, then we get an even number. Even number, not even number, even. അപ്പൊ ഈ എസ് അങ്ങ് മാറ്റുന്നത് പോലെ നമ്മളുടെയൊക്കെ 67 അല്ലെങ്കിൽ 77 അവിടെ ലെഫ്റ്റ് ഫസ്റ്റ് ഡിജിറ്റ് 7 അല്ലെങ്കിൽ 6 അങ്ങ് മാറ്റിയാൽ നമുക്കും 6ഉം 7ഉം ഉള്ള കുട്ടികളായി മാറാൻ പറ്റും. നമുക്ക് പൊട്ടിച്ചിരിക്കാം. laugh like a child, enjoy like a child with full fun. ആസ്വദിക്കാം. നമുക്ക് കുട്ടികൾ തുള്ളിച്ചാടുന്നത് പോലെ നമുക്ക് തുള്ളിച്ചാടാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ പ്രായമായവരെ നമുക്ക് തുള്ളിച്ചാടിപ്പിക്കാം. ഒരു ട്രെയിനറിന്റെ മികവ്. ചിരിക്കണമെങ്കിൽ നമ്മൾ ചിരിച്ചാലേ പറ്റുള്ളൂ. നമ്മളിൽ ഹ്യൂമർ ഉണ്ടെങ്കിലേ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ പ്രായമായവർ ചിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബലം പിടിച്ച് അവിടെ പോയി നിന്ന് കുറേ സൈക്കോളജി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏത് ആളുകൾക്കും മനസ്സിന് മെന്റൽ വെൽനെസ് ഉണ്ടാവും, മെന്റൽ ഹെൽത്ത് ഉണ്ടാവും. അപ്പോൾ ആദ്യം ട്രെയിനർക്ക് വേണ്ടത് ഒരു ഹ്യൂമർ സെൻസ് ആണ്. ഫണ്ണിലൂടെ അല്ലെങ്കിൽ അവരെ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമുള്ളവരാക്കി മാറ്റാൻ കഴിയുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ പേരക്കുട്ടി വന്ന് എന്നോട് ചോദിക്കും, അമ്മമ്മ I know only 25 letters of alphabet. I don't know why. അപ്പൊ ഏതായിരിക്കും കുട്ടിക്ക് അറിയാൻ മേലാത്തത്? എന്നോട് കഴിഞ്ഞ ദിവസം ഒന്ന് ചോദിച്ചതാ. I only know 25 letters of the alphabet. I don't know why. എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും ഉത്തരം? വൈ. വൈ തന്നെ. കൊച്ചിന് വൈ എഴുതാൻ അറിയാൻ മേലെന്നാണ് പറഞ്ഞു വന്നത്. വൈ എഴുതാൻ അറിയില്ല. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ ഇങ്ങനെ തമാശകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ രസാവഹമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരോടൊപ്പം തുള്ളിച്ചാടാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഏജിനെ മറക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് parenting parents. It refers to the role reversal that can occur when adult children find themselves taking care of their on a caregiving or decision making role for their aging or dependent parents. അപ്പൊ ഇവിടെ ഒരു റോൾ റിവേഴ്സൽ ആണ്. എന്താണ്? എന്നും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ സൈക്കിള്. റോൾ റിവേഴ്സൽ ആണ്. ഇപ്പൊ നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഏജ് പീപ്പിളിനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു കെയർ ഗിവിങ് കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ട്രെയിനേഴ്സിനുണ്ടാവണം. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിത കാലഘട്ടത്തെ 3ആയിട്ട് തരംതിരിക്കുമ്പോൾ ശൈശവമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഈ ശൈശവത്തില് നമുക്കറിയാം നമ്മൾ പരാശ്രയത്തോടു കൂടിയാണ് നമ്മുടെ ശൈശവ കാലഘട്ടത്തില് അച്ഛനെയും അമ്മയെയും ആശ്രയിച്ച് നമ്മൾ എത്ര കാലം പോയോ അതൊന്നും നമ്മുടെ ഓർമ്മയിലില്ല, നമ്മളെല്ലാം മറന്നു പോവുകയാണ്. അതിനുശേഷം നമ്മൾ മധ്യകാലത്തോട്ട് വരുമ്പോൾ, യൗവനത്തിൽ വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമാണ്, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചങ്ങ് തീർക്കുകയാണ്. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? പരാശ്രയം തന്നെയാണ് അവസ്ഥ.
അവിടെ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാൽ മാനസികാവസ്ഥ നോക്കിയാൽ പ്രതീക്ഷയോടെയാണ് ശൈശവത്തിൽ വളർത്തുന്നത് കുഞ്ഞിനെ. അതങ്ങോട്ട് തുടർഗമനം എന്ന് പറയുമ്പോൾ അവൻ തിമിർത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വാർദ്ധക്യത്തിലെത്തുമ്പോൾ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് എന്തായി മാറും? നിരാശയായി മാറും. ഇനി സഞ്ചാരം നോക്കിയാല് പിടിച്ചു നടക്കുകയാണ് ചെറുപ്പത്തില്. അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന നമ്മൾ പിന്നെ അങ്ങോട്ട് യൗവനത്തില് വിശ്രമരഹിതമായ ജീവിതം നയിച്ചിട്ട് വീണ്ടും നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ നമ്മുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ വിരൽത്തുമ്പിനായി നമ്മൾ നോക്കുന്നു പിടിച്ചു നടക്കാൻ. ഇനി ഉല്ലാസം നോക്കിയാല് സന്തോഷമാണ് നമുക്ക് ശൈശവത്തില്, ഊഷ്മളമായിട്ടത് കൊണ്ടാടുന്നു മധ്യകാലഘട്ടത്തില്. എന്നാൽ നമ്മുടെ വാർദ്ധക്യം വരുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? സന്തോഷം മാറി സങ്കടം തന്നെയായിരിക്കും. ഇനി വളർച്ച നോക്കിയാല് തുടക്കത്തിൽ ജനനവും ആ വളർച്ചയും കഴിഞ്ഞിട്ട് തിമിർത്താടിയ കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മരണത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമായി വാർദ്ധക്യത്തെ കാണുന്നു. ഇവിടെയൊക്കെ നമുക്ക് ആ നെഗറ്റീവായിട്ടുള്ള ആ വാർദ്ധക്യത്തിന്റെ കാര്യങ്ങളെല്ലാം മാറ്റി ഈ ശൈശവത്തിൽ കിടക്കുന്ന കാര്യങ്ങളിൽ മാറ്റാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു ട്രെയിനർക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ തേർഡ് ഏജിലുള്ള ആൾക്കാരുടെ സന്തോഷം തിരിച്ചു പിടിക്കുക, അവരുടെ സങ്കടത്തിന്റെ കഥകൾ മനസ്സിലാക്കി അവരെ സന്തോഷമുള്ളവരാക്കി മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ കൊടുക്കുക. നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളിൽ ഒരുപാട് സമ്പത്തുണ്ട്, ആ സമ്പത്തൊന്നും ഇങ്ങനെ കളഞ്ഞു കുളിക്കാനുള്ളതല്ല എന്ന ബോധം അവരിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാർദ്ധക്യത്തിലെ അവശതകളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു പഴയ കാലത്തിലേക്കൊന്ന് പോകാം. ഒരു അല്പസമയം എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് ആ പഴയ 5-ാം വയസ്സിലേക്കൊന്ന് പോകാം. ഒരു നിമിഷം കണ്ണടയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മേ അമ്മേ എന്ന് ഉറക്കെ വിളിക്കുന്നു. അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്ന അമ്മ ഓടിയെത്തുന്നു. അയ്യോ, എൻ്റെ ചക്കര എഴുന്നേറ്റോ എന്ന് ചോദിച്ച് വാരി പുണർന്ന് ഉമ്മകൾ തന്ന് അമ്മ എടുത്തുകൊണ്ട് തിണ്ണയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ കൊണ്ടിരുത്തുന്നു. പത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് കാണിച്ചിട്ട് അച്ഛൻ പല്ല് തേക്കാനായി കൊണ്ടുപോകുന്നു. അങ്ങനെ പല്ല് തേച്ചതിന് ശേഷം എത്തുമ്പോഴേക്കും അമ്മ ചൂട് പാൽ തരുന്നു. അതിനുശേഷം എണ്ണയുമായി അമ്മ എത്തുകയാണ്. ദേഹമാസകലം എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുവാനായി കൊണ്ടുപോകുന്നു. കുളിമുറിയിൽ വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടുമ്പോൾ വെള്ളം കോരി അമ്മയുടെ ദേഹത്തേക്ക് ഒഴിക്കുമ്പോൾ, ഓ, ഈ കൊച്ച് എൻ്റെ ദേഹം മുഴുവൻ നനച്ചു എന്ന് പറയുമ്പോഴും കുഞ്ഞിനെ സന്തോഷത്തോടെ കുളിപ്പിച്ച് അവിടെ നിന്നും തോർത്താനായി നോക്കുമ്പോൾ ഓടിപ്പോകുന്ന നിങ്ങളെ കണ്ടുപിടിച്ച് അമ്മ തോർത്തിയിട്ട് പുത്തൻ ഉടുപ്പുകൾ ഇടിയിച്ച് പൊട്ടുകുത്തി കണ്ണെഴുതി അമ്മ പൗഡർ ഇട്ട് ഒരുക്കുമ്പോൾ ആ മണം, ആ കുട്ടിപ്പുറ ബേബി പൗഡറിന്റെ മണം, അതിനു മുമ്പായിരുന്നെങ്കിൽ കുട്ടിപ്പുറ പൗഡറിന്റെ മണം, അങ്ങനെ വരുമ്പോഴേക്കും അതാ അമ്മ ദോശയുമായി എത്തുന്നു. എനിക്ക് വേണ്ട ദോശ. അച്ഛൻ ആന കളിക്കുന്നു. ആന പുറത്തിരുന്ന് കഥകൾ പറയുന്നു. തയ്യക്കാരൻ്റെ കഥയിലൂടെ ആ ദോശ മുഴുവൻ അകത്താക്കുന്നു. അങ്ങനെ എത്രയെത്ര സുന്ദര സുരഭില നിമിഷങ്ങളായിരുന്നു ആ ചെറുപ്പകാലത്ത്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ 24 മണിക്കൂറിൽ 16 മണിക്കൂറും ചെലവഴിച്ചപ്പോൾ എത്ര സന്തോഷത്തോടെ, എത്ര അഭിമാനത്തോടെ, എത്ര സ്നേഹത്തോടെ എൻ്റെ അമ്മയെ ഞാൻ കണ്ടു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. സാവധാനം കൈകളൊക്കെ കൂട്ടിത്തിരുമ്മി കണ്ണുകൾ തുറക്കുക. എല്ലാവരും 5-ാം വയസ്സിലേക്ക് പോയി എന്ന് കരുതുന്നു. നമ്മുടെ
ജീവിതത്തില് സന്തോഷത്തിന്റെയും എന്താ പറയുക സൗന്ദര്യത്തിന്റെയും ഒക്കെ കാലഘട്ടമായിരുന്നു ആ 5-ാം വയസ്സ്. അന്ന് നമുക്ക് ഒരുപാട് സ്നേഹവും കരുണയും വാത്സല്യവും കെയറും തന്ന ആ അച്ഛനമ്മമാരെ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് കടങ്ങൾ ബാക്കിയുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം പണ്ട് ആ വെള്ളമൊഴിച്ച് കുളിപ്പിച്ച ആ അമ്മയ്ക്ക് ഇന്ന് അവശതയായി അമ്മയെ തിരിച്ചു കുളിപ്പിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അത് നമ്മൾ ചെയ്യണ്ടേ? തീർച്ചയായും ചെയ്യണം. കാക്കയുടെ കഥ പറഞ്ഞ് സിംഹത്തിന്റെ കഥ പറഞ്ഞ് ആഹാരം വാരി വാരി തന്ന അമ്മയ്ക്ക് ഇന്ന് കൈ പൊങ്ങില്ല. ഇന്ന് അമ്മയ്ക്ക് അവശതയാണ്. തിരിച്ച് വാരി കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നു. ചെയ്യില്ലേ? അച്ഛനുമായി പ്ലെയിൻ പറത്തി കളിപ്പിച്ച ചെറുപ്പകാലം. ഇന്ന് അച്ഛനും ആഗ്രഹമുണ്ട് പ്ലെയിനിൽ കയറി ബാംഗ്ലൂർ വരെ ഒന്ന് പോകണമെന്ന്. സാധിച്ചു കൊടുക്കില്ലേ? കൊടുക്കണം. അതാണ് സ്നേഹമുള്ള കടപ്പാടുള്ള മക്കൾ ചെയ്യുക. അപ്പോൾ നമുക്കപ്പോൾ എന്ത് കൊടുക്കാൻ പറ്റും? നോക്കുക, ആ ഞരമ്പ് തെളിഞ്ഞ ആ സ്കിന്നൊക്കെ ചുരുങ്ങിയ ആ കൈകൾക്ക് ഒരു ബലം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ബലം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിനൊരു എന്താണ് വാർദ്ധക്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തെറാപ്പികളുണ്ട്, അല്ലെങ്കിൽ മെഡിക്കേഷൻ ഉണ്ട്, എക്സസൈസുകളുണ്ട്, യോഗയുണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഭാഗമാക്കി അവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കാം. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊക്കെ ഉപരിയായി നമ്മൾ മനസ്സുകൊണ്ട് അല്ല, നമ്മൾ ഹൃദയം കൊണ്ട് അവരെ നമ്മൾ മെച്ചപ്പെടുത്തും. നമ്മളെ ഹൃദയം കൊണ്ടാണ് ഒരു ട്രെയിനർ ഒരു മുന്നിലുള്ള ഒരു തേർഡ് ഏജിലുള്ള ഒരാളെ മെച്ചപ്പെടുത്തുക. നമ്മൾ എമ്പതറ്റിക്കായി നമ്മൾ അവരോട് എത്രമാത്രം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ ട്രെയിനേഴ്സിന്റെ ഭാഗത്തു നിന്ന് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് 11 റൂൾസ് ഓഫ് ലൈഫ്. ആരുടെയാന്ന് പറയാമോ? 11 റൂൾസ് ഓഫ് ലൈഫ് എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. വായിച്ചിട്ടില്ല? വളരെ രസാവഹമായ ഒരു ബുക്കാണ്. ഈ ബുക്കില് നമ്മുടെ ചേതൻ ഭഗത്തിന്റെ ബുക്കാണ്. ഈ ബുക്കില് റൂൾ 8 ആയിട്ട് പറയുന്നത്, റൂൾ 8 ആണ്. റൂൾ 8 ആയിട്ട് പറയുന്നത് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? പറയാൻ പറ്റുമോ? ഇല്ല. എന്നാ ഞാൻ അതിനൊരു ക്ലൂ തരാം. ആദിയിലുണ്ടല്ലോ ഇന്നുമുണ്ടല്ലോ ആരാരുമായും ചേർന്നു പോകും. ആദിയിലുണ്ടല്ലോ ഇന്നുമുണ്ടല്ലോ ആരാരുമായും ചേർന്നു പോകും. ആണാണേലും പെണ്ണാണേലും ആണിൽ തന്നെ പേരിൻ തുടക്കം. ആണാണേലും പെണ്ണാണേലും ആണിൽ തന്നെ പേരിൻ തുടക്കം. ഇവിടെ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു വലിയ മഹാനായ വ്യക്തിയുടെ വാക്കുകളാണ്. In nature, it is not the strongest and most intelligent that survives, but it is the most adaptive that does. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളല്ല ഇവിടെ സർവൈവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡൈനോസോഴ്സ് ഒക്കെ കാണണമായിരുന്നു. പക്ഷേ ആരാണ് സർവൈവ് ചെയ്യുക? ആരാണ്? The most adaptive. The most adaptive. ആരായിരിക്കും പറഞ്ഞതപ്പോ? പരിണാമ സിദ്ധാന്തത്തിന്റെ ഡാർവിനാണ്. അതെ, ചാൾസ് ഡാർവിൻ പറഞ്ഞതാണ്. ചാൾസ് ഡാർവിൻ ആണ് ഇത് പറഞ്ഞത്.
അപ്പൊ ഏറ്റവും അഡാപ്റ്റീവ് ആകുന്ന ആരാണോ അവരായിരിക്കും ഇവിടെ സർവൈവ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്നവരെ അഡാപ്റ്റീവ് ആക്കണം. കാലം മാറുന്നതനുസരിച്ച് കോലം മാറണം എന്ന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ബാക്കി എന്താ? ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്നാണ്. നടുത്തുണ്ടം തിന്നണം. അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരിക. ഇങ്ങനെ എവിടെയും അഡാപ്റ്റ് ചെയ്യുന്ന ഒരാള് ആദ്യം മുതല് ജീവന്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെയും അവരുണ്ട്. എല്ലാവരും നശിച്ചാലും അവര് നാളെ കാണും. ആരായിരിക്കും ഈ കൂട്ടം? ആരായിരിക്കും? അത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആണാണ് എന്തോ ആണാണേലും പെണ്ണാണേലും തുടങ്ങുന്നത് ആണിന്റെ പേരിലാന്ന് പറഞ്ഞു. കിട്ടിയോ? ആണാണേലും പെണ്ണാണേലും തുടങ്ങുന്നത് ആണിന്റെ പേരിലാണ്. ഇവിടെ കിട്ടിയോ? കോക്രോച്ചില് ആൺ കോക്രോച്ച് ആയിക്കോട്ടെ പെൺ കോക്രോച്ച് ആയിക്കോട്ടെ എല്ലാരും കോക്കിലാ തുടങ്ങുന്നത് അല്ലേ? അപ്പൊ ചുമ്മാ പറയുമ്പോൾ ഈ കോക്രോച്ച് എവിടെയും അടുക്കള എന്ന് ഓടിച്ചാൽ സ്റ്റോർ റൂമിൽ പോകും, സ്റ്റോറിൽ നിന്ന് ഓടിച്ചാൽ കാർ ഷെഡിൽ പോകും. ഇങ്ങനെ കോക്രോച്ചുകൾ എവിടെയും അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത് പോലെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ തേർഡ് ഏജുകാരും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അഡാപ്റ്റേഷൻ അത് ആണ് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അത് കൂടിയേ തീരൂ എന്നാണ്. ഇവിടെ ചേഞ്ച് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും ചേഞ്ചാണ്. 20കളിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവര് 40കളിൽ അന്ന് പ്രണയിച്ചപ്പോൾ തേനെ ചക്കര എന്നൊക്കെ വിളിച്ചു. ഈ 40കളിൽ അത് വിളിക്കുവോ? ഇല്ല. പിന്നെയോ അന്ന് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയൊരു മസാല ദോശ ആയിരിക്കും തിന്നത്. ഇന്ന് കുഴിയുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണ് കാലനുണ്ടോ യമനുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരിക്കും നടക്കുക ഇപ്പോഴത്തെ യുവതലമുറ, ന്യൂജൻ അല്ലേ? കുഴി മന്തിയും യമൻ മന്തിയും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ, നമ്മുടെ പ്രൊഫസർ കൃഷ്ണൻ നായർ സാർ ഒരു ജോക്ക് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ സ്നേഹം ഇന്ത്യൻ കോഫി ഹൗസിലെ സോൾട്ട് ബോട്ടിൽ പോലെയാണ്. പുരുഷന്മാരുടെ സ്നേഹമാണെങ്കിൽ അവിടുത്തെ ബീട്രൂട്ട് പോലെയാണ്. പിടികിട്ടിയോ? അവിടുത്തെ എല്ലാ വിഭവത്തിലും എന്തുണ്ട്? ബീട്രൂട്ട് ഉണ്ട് അല്ലേ? മസാല ദോശയിലും ബീട്രൂട്ട് ഉണ്ട്, കട്ട്ലേറ്റിലും ബീട്രൂട്ട് ഉണ്ട്, എല്ലാത്തിലും ബീട്രൂട്ടാണ് മെയിൻ. അപ്പം കുറച്ച് എല്ലാത്തിലും കൊണ്ടിടും പുരുഷന്മാര്. എന്നാൽ സ്ത്രീകളോ ഈ സോൾട്ട് ബോട്ടില് കുടഞ്ഞിട്ടും വരുന്നില്ല. അവസാനം ഒരൊറ്റ തുറക്കൽ അതിന്റെ വായ അല്ലെ, അതിന്റെ അടപ്പൊറ്റ തുറക്കൽ, മുഴുവൻ ഉപ്പും കൂടി പാത്രത്തിലേക്ക് വീഴും. അപ്പൊ അതുപോലെയാണ് സ്ത്രീകളെന്ന് പണ്ട് പ്രൊഫസർ കൃഷ്ണൻ നായർ സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജോക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിച്ചു രാവിലെ. അപ്പൊ വഴക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ ദേഷ്യപ്പെട്ട് ഭർത്താവ് പിന്നെ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞ ഭാര്യയുടെ ദേഷ്യം തീർന്നിട്ടില്ല. ഭർത്താവ് ദേഷ്യം കുറയട്ടെ എന്ന് വിചാരിച്ച് വൈകുന്നേരം ആയപ്പോ വിളിച്ചു, സുമം ഇന്നെന്താ പിന്നെ ലഞ്ചിന് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ ഇവിടെ കുറെ വിഷം കലക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നീ അതങ്ങ് കഴിച്ചിട്ട് കിടന്നു, ഞാൻ ഇന്ന് പുറത്തുനിന്നാ കഴിക്കുന്നത് കേട്ടാ എന്ന് പറയുന്നു ഭർത്താവ്. ഇങ്ങനെയുള്ള ഒരുപാട് തമാശകള് ഒക്കെ ആസ്വദിക്കാനും അത് ഇവർക്ക് അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരെ കയ്യിലെടുക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ആംസ് കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ആംസ് കൊടുക്കാം. ഈ ആംസ് എന്ന് പറയുന്നത് ARMSൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കൂട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അഫെക്ഷൻ മാത്രമല്ല, കൂട്ടി ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡാപ്റ്റീവ് ആവാൻ പറയാം. അല്ലെങ്കിൽ പറയാമോ കുറെ എയുടെ വാക്കുകൾ നമുക്ക് നമ്മുടെ ഈ പ്രായമായവർക്ക് കൊടുക്കാൻ പറ്റുന്ന? അഫെക്ഷനാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു എന്താ പറയുക,
നമ്മൾ കൈ പിടിച്ച് നടന്ന ആ കൈകള് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടെ നോക്കുക, ആ മോന് വന്നിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ചായ കൊടുക്കുന്നു. ദേ ചായ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഒരു ശബ്ദം വെപ്പിച്ച് വേണേ കുടിയെന്ന് പറഞ്ഞിട്ടല്ല പോയത്. നോക്കൂ, അവൻ എത്ര സ്നേഹത്തോടെയാണ് ആ അമ്മയോട് പിന്നെ ചായ കൊടുത്തിട്ട് എത്രയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഓർക്കുവാണ്. മദർ ഇൻ ലോ ഒരു 5 വർഷക്കാലം ഒരു വശം തളർന്നിട്ട് കിടന്നു. അപ്പൊ അമ്മ നല്ല അമ്മയായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായയായിട്ട് വാതിക്ക നിൽക്കുന്ന അമ്മയായിരുന്നു. അതുപോലെ ആര് വീട്ടിൽ വന്നാലും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാതെ വിടില്ല. അങ്ങനെ എല്ലാവരെയും വളരെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഈ അമ്മ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഏത് സമയവും 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഇടവിട്ട് മോനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ മോനെ ഓടിച്ചെന്ന് ചോദിക്കും, എന്താ അമ്മേ? അപ്പൊ മക്കളൊക്കെ പറയും, ഓ ഈ ഏത് നേരം ഇങ്ങനെ ഈ അച്ഛൻ ഓടി ചെല്ലുന്നതാ, ഈ അച്ഛമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയും. അപ്പോ എൻ്റെ ഹസ്ബൻഡ് പറയും, ഞാൻ ഒത്തിരി വിളിച്ചിട്ടുള്ളതല്ലേ ചെറുപ്പത്തിൽ അമ്മേ, ഒരു ദിവസം 100 പ്രാവശ്യം വിളിക്കുമായിരുന്നെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇന്ന് അമ്മ വിളിക്കുമ്പോൾ ഞാൻ തീർച്ചയായും ചെല്ലണ്ടേ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ അമ്മ എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിലിരുത്തി കുളിപ്പിച്ച് പിന്നെ ആഹാരം വാരി കൊടുത്ത് കൊണ്ടക്കിടത്തി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു 5 വർഷക്കാലം ചെയ്തു. അപ്പോ ഒരു മകനും ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് കെയറോടുകൂടി അത്രയ്ക്ക് സ്നേഹത്തോടെ ലാളിച്ച് അമ്മ ഈ മോനെ എങ്ങനെ വളർത്തിയോ അതുപോലെ ഈ അമ്മയെ നോക്കി. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് നമ്മൾ കാണിക്കുന്ന കണ്ടാണ്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ എൻ്റെ മോനെ ഈ അച്ഛനെ നോക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവൻ കണ്ടു വളർന്നത് അതാണ്. കൊടുത്താൽ എവിടെ കിട്ടും? കൊല്ലത്തും കിട്ടും. മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവരെ നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ, അവർ നമ്മളെ നോക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയത് കണ്ട് പഠിച്ചാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അമ്മയോട് അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ആ വാത്സല്യം, ആ അഫെക്ഷൻ അത് നിലനിർത്താൻ കഴിയും. അപ്പൊ ആംസില് 6 എന്ന് പറയുന്നത് റെസ്പോണ്ട് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ അമ്മയും മോനും തമ്മിൽ സ്നേഹത്തോടെയാണോ പെരുമാറുന്നത്? അല്ല. രണ്ടുപേരും തമ്മിൽ ഒരു വലിയ വഴക്ക് നടക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ മോശമായിട്ടാണ്. ഞാൻ ഈ ഒരു പടത്തിന് വേണ്ടി എൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തിലെ കഥ പറയാനിരുന്നപ്പോ ഇന്ന് പത്രത്തിൽ കണ്ട ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് അച്ഛൻ മകനെ കമ്പിപ്പാരയ്ക്ക് തലയ്ക്കടിച്ചു. മകൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഈ മകൻ അച്ഛനെ ഉപദ്രവിച്ച് സഹി കെട്ടിട്ടാണ് അച്ഛൻ തിരിച്ചങ്ങനെ ചെയ്തത്. ഈ മകൻ എന്താ ചോദിച്ചത്? 50 ലക്ഷം രൂപ. അവന് ആഡംബര കാർ വാങ്ങിക്കണം. അതുപോലെ ഈ കഥയിൽ ഞാൻ എൻ്റെ സമീപത്തുള്ള ഈ കേട്ട കഥയെ കുറിച്ച് പറഞ്ഞത്, ഈ മോന് അന്ന് ചോദിച്ചത് 10 ലക്ഷം രൂപയാണ് കാർ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തരില്ല എന്ന് പറഞ്ഞപ്പോ ആധാരം ഇങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞപ്പോ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ നേരെ കൈ ഓങ്ങുന്ന അമ്മയ്ക്കിട്ട് ചെയ്യരുതാത്തത് ചെയ്യുന്ന ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിനു പകരം ഇന്ന് വലിയൊരു സംഭവം നമ്മുടെ പേപ്പറിലുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ എത്രമാത്രം നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ പ്രായമായവരോട് നമുക്ക് എത്രമാത്രം റെസ്പെക്റ്റ് വേണം. നമ്മൾ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ വെറുപ്പ് ഒക്കെ പിന്നെ കാണിക്കാതെ അല്ലെങ്കിൽ അതിനെ നമ്മൾ മാറ്റി സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറാൻ സാധിച്ചാൽ വഴക്കുകളൊക്കെ ഒരുപക്ഷെ കുറയുമായി. ഇവിടെ ആംസിലെ M എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആണ്.
നമുക്ക് എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം. തീർച്ചയായും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നല്ല അമ്മ, ക്യാരി ചെയ്യുന്ന അമ്മ നമ്മളെയൊക്കെ ഇങ്ങനെ 10 മാസം ചുമന്നതാണ്. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി നൊന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഒക്കെ എൻ്റെ അമ്മ എന്നെ ചുമന്നതാണ്. എൻ്റെ അമ്മ എന്നെ ചുവന്നുകൊണ്ട് നടന്നതാണ്. ആ ഒരു നന്ദി ഉണ്ടാവണം, ഉണ്ടാക്കണം. അതായിരിക്കണം നമ്മൾ ട്രെയിനേഴ്സിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ടീച്ചറിന് 2 പെൺകുട്ടികളായിരുന്നു. ടീച്ചറ് പിന്നെ റിട്ടയർ ചെയ്തപ്പോഴേ 2 പേർക്കും സ്വത്തൊക്കെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്തങ്ങ് കൊടുത്തു. മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചേർന്നു. അപ്പോൾ 2 പേരും തമ്മിൽ അമ്മ അച്ഛനെ നോക്കുന്ന കാര്യത്തിൽ ഇച്ചിരി വശപ്പശയൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നിട്ട് ഇന്നിപ്പോൾ ആ ടീച്ചർ തനിയെ താമസിക്കുകയാണ്. 2 മക്കളും നോക്കുന്നില്ല. 2 പേർക്കും പൂർണ്ണമാവും. ഇനി അവർ ഒന്നുകൂടി ഒന്ന് എഴുതി കൊടുക്കണ്ടേ, തിരിച്ചെഴുതണ്ടേ എന്ന ആ ഒരു വിഷമം പോലും അവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് പൂർണ്ണമായും 2 പേർക്കും എഴുതി കൊടുത്തത്. എന്തായി? ഇന്നിപ്പോ ആ ടീച്ചർ തനിയെയാണ്, ആരുമില്ല നോക്കാൻ. അപ്പോൾ ഈ അമ്മ ഏകയായി തീർന്നൊരി അമ്മ തൻ നെഞ്ചിലെ തീയൊന്നണയ്ക്കുവാൻ പോരുമോ മക്കളെ ഈ വഴിയേ? പ്രതിക്രിയയായങ്ങ് ഊട്ടിയാലും തീരുമോ മക്കളെ പെറ്റ വയറിൻ്റെ തീരാക്കടം? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കുറെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് കുറെ പ്രതിക്രിയകൾ ചെയ്തിട്ട് ഒരിക്കലും ഒരമ്മയുടെയും ദുഃഖം മാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവരെ കരുതുക, അവരെ സ്നേഹിക്കുക, അവരെ ഊട്ടി വളർത്തുക, നമ്മളെ ഊട്ടിയതുപോലെ അവരെ ഊട്ടുക. എങ്കിൽ മാത്രമേ അതിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളൂ. അപ്പോൾ പേരൻസിന് നമ്മുടെ ടീയേഴ്സ് അല്ല വേണ്ടത്, നമ്മുടെ സാമീപ്യമാണ്, നമ്മുടെ ഒരു ടച്ചാണ്. നമുക്കറിയാം ഈ ടീ എന്ന് പറയുന്നത് പല ടീകളുണ്ട്. അപ്പൊ നമുക്ക് അവരോട് സംസാരിക്കാം ടോക്ക്, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഒന്ന് ടച്ച് ചെയ്യുക. അവരെ ഒന്ന് നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ പിള്ളേര് വളരെ വഴക്കാളികളായിട്ട് വരുന്ന കുട്ടികളെ അവൻ്റെ മേത്തൊന്ന് തലോടി കഴിയുമ്പോൾ അവരുടെ ആ ദേഷ്യമൊക്കെ അങ്ങ് പമ്പ കിടക്കും. അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് തലോടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, അവർക്കുണ്ടാകുന്ന ആ മാറ്റം, അതൊക്കെ വളരെ വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ എസ് എന്താണ്. എസ് ഒരു സപ്പോർട്ടാണ്. അപ്പൊ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ല വേണ്ടത്. അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ ഉപരിയായിട്ട് കുറച്ച് മരുന്ന് മേടിച്ചു കൊടുത്തത് കൊണ്ടോ കുറച്ച് കഷായം മേടിച്ചു കൊടുത്തത് കൊണ്ടോ ഒന്നും ആയില്ല. എന്താണ് അവർക്ക് വേണ്ടുന്നത്? മെന്റൽ സപ്പോർട്ടാണ്. അവർക്ക് വേണ്ടുന്നത് സ്നേഹമാണ്, ഒരു ഹഗ്ഗാണ്, ഒരു തലോടലാണ്. അത് കൊടുക്കാൻ, ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എന്താവുള്ളൂ, നമ്മുടെ ജീവിതം സഫലമാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഹാപ്പിനെസ് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇവിടെ ആ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഹാപ്പിനെസ്സിലൂടെ അവിടെ ഹാപ്പി ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ രോഗങ്ങളൊക്കെ പമ്പ കിടക്കുകയാണ്. അസുഖങ്ങൾ പലതുണ്ട്. വീക്കാണോ എന്ന് ചോദിച്ചാൽ നമ്മളാണ് അവരെ വീക്കാക്കുന്നത്. നമ്മുടെ ഈ സ്നേഹവും പരിപാലനയും കിട്ടാത്തപ്പോഴാണ് അവരവിടെ വീക്കാകുന്നത്. അവർ മെന്റലി വീക്കായാൽ അവർ ഫിസിക്കലി വീക്കാവും, ഉറപ്പാണ്, സംശയമില്ല. അപ്പോൾ അവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ ട്രെയിനേഴ്സായ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ വലിയ കാര്യമായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നതൊന്ന് കേൾക്കാൻ, ആ നമ്മുടെ ചെവി ഒന്ന് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ നമ്മുടെ എന്താ പറയുക, സമ്പന്നരാണ് നമ്മുടെ മാതാപിതാക്കള്. അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അവരെ കവച്ചു വെക്കാൻ ആരുമില്ല. ഇങ്ങനെ സമ്പന്നരായ മാതാപിതാക്കളെ നമുക്ക് ഇന്നവർ ദരിദ്രരാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ ദാരിദ്ര്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്തു പറയാം?
തീർച്ചയായും അവർക്ക് മാനസിക സന്തോഷമില്ലാത്തതാണ് അവർ ദരിദ്രരായതിന്റെ കാരണം. അപ്പൊ അവരുടെ ഈ ദാരിദ്ര്യം മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം, നമ്മളെ കൊണ്ട് കഴിയണം. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താണ്, കണ്ണേ കരളെ എന്ന് പറഞ്ഞു വളർത്തിയ മാതാപിതാക്കൾ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞു വളർത്തിയ മാതാപിതാക്കൾ, അതുപോലെ എന്താണ് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് കരുതി വളർത്തിയ മാതാപിതാക്കളെ, ഇനി കഥകളുടെ കൂമ്പാരം നമുക്ക് വാരിത്തന്ന മാതാപിതാക്കളെ, നമ്മുടെ സിരകളിലൂടെ ഓടുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ദാനമായി തന്ന മാതാപിതാക്കളെ, അതുപോലെ നമ്മുടെ ഓരോ സെല്ലുകളും നമുക്ക് ദാനമായി തന്ന മാതാപിതാക്കളെ, ഏതു പ്രതിസന്ധിയിലും നമ്മെ ചേർത്തു പിടിച്ച് ഞാനുണ്ട് കുഞ്ഞേ നിനക്ക് എന്ന് പറഞ്ഞ മാതാപിതാക്കളെ, അതുപോലെ അവരെ പരിചരിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ICU സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ മുറിക്കുള്ളില് സ്വന്തമുള്ള ആരെയും, സ്വന്തമോ ബന്ധമോ ഉള്ള ആരെയും കാണാതെ വേദന കൊണ്ട് പുളഞ്ഞ്, അല്ലെങ്കിൽ ഈ മെഷീനുകളുടെ എല്ലാം ലോകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, ഒരു തുള്ളി വെള്ളം എൻ്റെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ലഭിച്ചിട്ട് എനിക്ക് ഈ ലോകത്ത് നിന്ന് പോയാൽ മതി എന്ന് കരുതുന്ന ഒരു അച്ഛനും അമ്മയും ആയിരിക്കും ഈ അവസാനം ഈ ICU സംസ്കാരത്തിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായിക്കൊണ്ട് അവർ വിട പറയുന്നത്. അതിനനുവദിക്കാത്ത ഒരു തലമുറ ഉണ്ടാവാൻ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന, സ്വയം സ്നേഹിക്കുകയും അതിലൂടെ അച്ഛനമ്മമാരെയും കുടുംബത്തെയും സ്നേഹിക്കുകയും അതിലൂടെ ഈ സമൂഹത്തെ മുഴുവൻ സ്നേഹിക്കാനും കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനായി നമുക്ക് കൈ കൊടുക്കാം. ഒരു കൈ കൊടുക്കാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു കൈ കൊടുക്കാം നമുക്കച്ഛനു വേണ്ടി, ഒരു ഊന്നുവടിയാവാം നമ്മെ നാമാക്കിയ മാതാപിതാക്കൾക്കു വേണ്ടി, ഒരു ഊന്നുവടിയാവാം നമ്മെ നാമാക്കിയ മാതാപിതാക്കൾക്കു വേണ്ടി, ഒരു കൈ കൊടുക്കാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു കൈ കൊടുക്കാം നമുക്കച്ഛനു വേണ്ടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല നല്ല ഭാവിയിൽ വളരെ സ്നേഹത്തോടെ, വളരെ വാത്സല്യത്തോടെ ഈ തേർഡ് ഏജിനെ കണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ, അവരെ പഴയ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ട്രെയിനേഴ്സായ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു സെഷൻ. തേർഡ് ഏജിൽ മിക്കവാറും നമ്മളൊരു 50% മുകളിലും തേർഡ് ഏജിൽ തന്നെയാണ്, ഇല്ലെങ്കിൽ വലിയ താമസമില്ലാതെ ആകും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒത്തിരി പോയിന്റുകൾ, ഒരുപക്ഷെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾക്ക് വ്യക്തിപരമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒത്തിരി പോയിന്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാവിൻ്റെ വടി പോലും പ്രയോജനകരമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ പ്രായമാകുമ്പം വടി ഉപയോഗിക്കാൻ പറ്റാതെ നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് വീഴുന്ന ആളുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് വളരെ മോശമാണ്. നമ്മുടെ പ്രായം എല്ലാവരും അറിയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് വീണ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും എടുപ്പിൻ്റെ എല്ലൊക്കെ ആയിരിക്കും ഒടിയുന്നത്. പിന്നെ മാസങ്ങളോളം ആശുപത്രി കിടക്കണം. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തന്നെയാണ്, ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു വലിയ അവയർനെസ്സാണ്. അതും ശാരീരികമല്ല, മെൻ്റൽ ഹെൽത്തിൻ്റെ പാർട്ടാണ്. മാനസികമായിട്ടുള്ള ഒരു ധൈര്യം, ആ ധൈര്യമുണ്ട് അല്ലേ? നമ്മൾ പ്രായമാകുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ 30-40 വയസ്സുള്ള പ്രായത്തിലുള്ള ആ മനസ്സ് തന്നെയാണ് ഇപ്പോഴും. മനസ്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല, ശരീരം വളരെ മോശമാണെന്ന് മാത്രം. അപ്പോൾ അതിനെ കൃത്യമായി ശാരീരികമായ തലങ്ങളും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. സോ താങ്ക് യു. വളരെ മനോഹരമായി ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്തു. എല്ലാവർക്കും ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. ചോദ്യങ്ങളൊക്കെ ആൻസർ പറയാൻ പറ്റി. പറയാത്തതിന് ഒത്തിരി രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നിന്നും ആൻസർ പറയിക്കാൻ ശ്രമിച്ചു.
സോ താങ്ക് യു വെരി മച്ച്. അപ്പം ഇന്നത്തെ സെഷൻ്റെ ഔദ്യോഗികമായ ഔട്ട് ഓഫ് താങ്ക്സ് ലതാമോൾ മാം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഡിസ്കഷനിലേക്ക് പോകാം. എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നെനിക്കറിയാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ലതാമോൾ മാം അൺമ്യൂട്ട് ചെയ്യും. എല്ലാവർക്കും ഗ്രേറ്റ് ഈവനിങ്. ഇന്നത്തെ ഈവനിങ് ധന്യമാക്കി തീർത്ത നമ്മുടെ ചീഫ് ഗസ്റ്റ് അബ്ദുൽ ലത്തീഫ് സാറിന്റെ ഇന്നത്തെ നമ്മളോടൊപ്പം കൂടിയത് നമുക്ക് ഏറ്റവും ഊർജ്ജസ്വലമാക്കി തന്നു. നമ്മുടെ ടോപ്പ് ലെവൽ സമീപനത്തിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ. മുഴുവൻ സമയവും സാറ് ശ്രദ്ധിച്ചിരുന്നു. സാർ വേണ്ട രീതിയിൽ റിയാക്ഷൻസ് കൈയൊക്കെ അടിച്ച് സാർ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. സാറിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും വേണ്ടി സാറിന്റെ സാന്നിധ്യം. നമ്മളെ ഇത്രയും സമയവും 1 മണിക്കൂറോളം നമ്മളെ ഒന്നും അറിയാതെ ഒഴുകി പോയി. നമ്മുടെ ശോഭനാജി കോട്ടയത്തിന്റെ ആളാണ്. മാമനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു, പക്ഷെ പിന്നെ മാമൻ എന്തോ തിരക്കായി പോയി, നമുക്ക് അന്ന് കാണാൻ പറ്റിയില്ല. തൊട്ടടുത്താണ് കോട്ടയത്തിന്റെ മാങ്ങാനം എന്ന് പറയുന്നത്. U3യുടെ യൂണിറ്റ് മെമ്പറാണ്. റിട്ടയർഡ് സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. എല്ലാ കഴിവുകളും സകലകലാ വല്ലഭ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഒഴുക്കോടുകൂടി കൊച്ചു കഥകളും കുട്ടിക്കഥകളും അവസാനം നമ്മളെ പ്രായമായാൽ സൂക്ഷിക്കണം, തനിക്ക് താനും പുരയ്ക്ക് തൂണുവേ ഉള്ളൂ ചൊല്ലോടുകൂടി നമ്മളെ ഇത്രയും സമയം കൊണ്ടുപോയി. അപ്പം ശോഭന മാമന് പ്രത്യേകം നന്ദി. ആരാണ് റെഡി ആയിട്ടുള്ളത്? താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയം ചാപ്റ്ററിന്റെ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാൻ സാധിച്ചത്. പല കാരണം കൊണ്ടും കുറച്ച് യാത്രയിലായിരുന്നു, തിരക്കായിരുന്നു. ഐ റിയലി എൻജോയ്ഡ്. പാട്ടും കൊച്ചു കൊച്ചു കഥകളുമായിട്ട് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് എടുക്കുകയും ഇന്നത്തെ അതിൻ്റെ റിലവൻസ് പറയുകയും ചെയ്ത മാഡത്തിൻ്റെ ടോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ല, ഒരു കഥ വായിക്കുന്ന രീതിയിൽ 1 മണിക്കൂർ ഒന്നും ചിന്തിക്കാതെ മാറിയിരിക്കാൻ പറ്റി. ഐ റിയലി എൻജോയ്ഡ് ദ ക്ലാസ്. താങ്ക് യു എവരിബഡി. ഓക്കെ, സത്യത്തില് ശോഭന മാമിനെ കുറിച്ച് കുറച്ചുകൂടെയൊക്കെ പറയണമെന്നുണ്ട്. മാമിൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ കറക്റ്റായിട്ട് കണ്ട സമയമാണിത്. മാമിൻ്റെ ഇൻഫ്ലുവൻസും ഒരു സ്കൂൾ കുട്ടികളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ മാം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണം. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പാട്ടൊക്കെ പാടുന്നു. അത് ചുമ്മാതെയല്ല, മനോഹരമായ ഈണത്തിൽ പാട്ട് പാടുന്നു. സത്യത്തിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിവ് കിട്ടി, അതൊക്കെ ഒന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അബ്ദുൽ ലത്തീഫ് സാറിനോട് ഒന്ന് പോവാം. സാറിന് ആദ്യം തിരക്കായിരുന്നു. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാം നന്നായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. കാരണം നേരത്തെ സാബു സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാൻഡ് പ ഞാനും ആയിട്ടുണ്ട്. എനിക്കൊരു ചെറിയ പേരക്കുട്ടിയൊക്കെ ഉണ്ട്. എനിവേ, നമ്മള് സത്യത്തില് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന സെക്കൻഡ് പാരന്റ് എന്ന് പറയാം. അപ്പൊ ഒരു ടീച്ചറിലൂടെ കാര്യങ്ങൾ പഠിച്ചു, കൃത്യമായ ഒരു പാരന്റിങ് കൊടുത്തു. അതേപോലെ തന്നെ മറ്റുള്ള ടീച്ചേഴ്സിനും കൂടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു HODയിൽ നിന്നും ഒരു HMൽ നിന്നുമാണ് പിന്നെ പ്രിൻസിപ്പളിലേക്ക് പോവുക. ശരിക്കും മാമിന് ഏറ്റവും അത് കളർഫുൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് പാരന്റിങ്ങിന്റെ ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ എത്ര കേട്ട് കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല എന്നുള്ളതാണ്. അപ്പോ വളരെ നമ്മളൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന അതും വളരെ എന്താ പറയാ, ചിന്തിപ്പിക്കുന്ന രീതിയിൽ, കണ്ണ് തുറപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടി. ഞാൻ ആ ഒരു മാം കണ്ണടക്കാൻ പറഞ്ഞപ്പോഴേ നമ്മളൊരു 5 വയസ്സിന്റെ ആ ഒരു പ്രായത്തിലേക്ക് പോയപ്പോഴേ സത്യത്തിൽ എൻ്റെ ഒരു ആദ്യകാലത്തെ അല്ലെങ്കിൽ നമുക്ക് 5 വയസ്സിന്റെ ഓർമ്മകൾ ഇല്ലെങ്കിലും അതിന് അടുത്ത വർഷങ്ങളിലൊക്കെയുള്ള ഓർമ്മകൾ നമ്മുടെയൊക്കെ കണ്ണിലൂടെ പോയി എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു ട്രെയിനറുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. നമ്മള് ശരിക്ക്
പല ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല ട്രെയിനിങ്ങുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പല ക്ലാസ്സുകളും ഞങ്ങൾ എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഓഡിയൻസിനെ, അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ അളന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ട്രെയിനറുടെ ഒരു കഴിവ് തന്നെയാണ്. മാം എന്തായാലും അതിൽ 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഇതേപോലെ കഴിവുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. മാക്സിമം നമ്മളത് ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സാബു സാറ് പറഞ്ഞ പോലെ ഈ ടെക്നിക്കുകളൊക്കെ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. മാമിൻ്റെ ചെറിയ ഓരോ സെഷൻസുകളൊക്കെ ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സാർ. വളരെ സന്തോഷം. വിജയരാമൻ സാർ. നന്ദി സ്വാമി സാർ. മാമിനെ കാണാനും കേൾക്കാനും കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ശരിക്കും ഹൃദയം നിറഞ്ഞു പോയതാണ്. അത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും. എന്നെ കേൾക്കുന്നുണ്ടാവും? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പക്ഷെ എനിക്ക് മാമിനോട് ചെറിയൊരു പരിഭവമുണ്ട്. മാം പറഞ്ഞതെല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടി ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്. അതായത് ഞാൻ പറഞ്ഞ ഏജിന്റെ ആള് തന്നെയാണ്. അപ്പൊ ചെറിയൊരു പരിഭവം പറയുകയാണ്. അതായത് മാം ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് ബട്ട്ലർ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, വാർദ്ധക്യം പ്രായഭേദമല്ല, അതൊരു രോഗാവസ്ഥ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ചിന്താഗതിയിൽ പോകുന്ന അവസ്ഥയിൽ നമ്മളൊരു ഡിപ്പെൻഡൻസിലേക്ക്, അതിന്റെ ചിന്തയിലേക്ക് പോകും. live the life of non-dependence even in disabilities. Disabilities you are prepared. അത് സ്ട്രെങ്ത്, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് സ്വയം മാനേജ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എംപവർ ചെയ്യാം. ഏജിലുള്ള ആൾക്കാർക്ക് കഴിയുന്ന രീതിയിൽ മാമിന്റെ ക്ലാസ് എടുക്കാനുള്ള ആ അപൂർവമായ കഴിവ് ഒന്ന് മെച്ചപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ മാം ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 5 മന്ത്രങ്ങള് തേർഡ് ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഡിസെൻഗേജ്, ഒരിക്കലും ഒതുങ്ങിപ്പെട്ടത്. രണ്ടാമത്തത് ഷെയർ ദ റെസ്പോൺസിബിലിറ്റീസ് ബട്ട് ഡു നോട്ട് ഷെയർ അസറ്റ്സ് ഓർ പവർ. അതായത് ഉത്തരവാദിത്തങ്ങൾ എന്തായാലും നമ്മൾ ഷെയർ ചെയ്യണം, പങ്കുവെക്കാൻ തയ്യാറായി തീരും. അതിന്റെ കാലമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സ്വത്തും അധികാരവും പങ്കുവെക്കുകയും ചെയ്യരുത്. ഈ 2 മന്ത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഡിപ്പെൻഡൻസിന്റെ കാര്യം പറഞ്ഞിട്ട് നോൺ ഡിപ്പെൻഡൻസിന് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിലായി കൂടി മാമിനോട് പറയാം. മാം ഇതും കൂടി ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒരുപാട് വയോജനങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. സാറേ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. കോട്ടയമാണല്ലോ MG യൂണിവേഴ്സിറ്റി. അതിൻ്റെ മെൻഡറാണ്. എന്തൊക്കെയാണ് പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ സാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. വളരെ അതുതന്നെയല്ല, പോസ്റ്റ്യൂമിൻ്റെയൊക്കെ പ്രോഗ്രാമിൽ പോയി ക്രിയേറ്റിവിറ്റിയുടെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിൽ പ്രൈസ് മേടിച്ചിട്ടുള്ള ആളാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ലാസ്റ്റില് സുഗതകുമാരി ടീച്ചറുടെ കവിത പാരഡി ഉണ്ടാക്കിയത് മാം തന്നെയാണോ? അഡ്മിറ്റ് ചെയ്യും. വളരെ സന്തോഷമായി, വളരെ നന്നായി. കേട്ടില്ല മാം, ഉത്തരം ശോഭന മാമിനെ കേൾക്കുന്നില്ലേ? കേട്ടില്ല സാറേ, കേട്ടില്ല. പാരഡി ഉണ്ടാക്കിയില്ല, ആ പാട്ടിന്റെ പാരഡി ഉണ്ടാക്കിയത് മാം തന്നെയാണോന്ന്? അതെ 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 അതെ. അടിപൊളി അടിപൊളി. സന്ദർഭത്തിന് നന്നായിട്ട് യോജിച്ചു. നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കിയത്. ആ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സീനിയർ സിറ്റിസൺസിന് മാത്രമല്ല, ഇന്നത്തെ ന്യൂ ജനറേഷനും ആ പാട്ടിന്റെ ട്യൂൺ വളരെ എഫക്റ്റീവാണ്.
അപ്പൊ ഉള്ളിലുള്ള ഹൃദയത്തില് ഉള്ളതാണ് ഇതാണ് മറ്റത് അത് ഞാൻ നന്നായിട്ട് പാരഡി ആയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചു. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരാ പറയുന്നേ? ശ്രീകുമാരി മാം ഒന്ന് പറയും. ശോഭന മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എല്ലാവർക്കും ഒന്ന് ഇരുത്തി ചിന്തിക്കത്തക്കവണ്ണം ധാരാളം ചോദ്യങ്ങളും പഴഞ്ചൊല്ലുകളും ഒക്കെ കൊണ്ട് നമ്മൾ അറിയാതെ ഇരുന്നു പോകും. അത്ര മനോഹരം മാമിൻ്റെ ക്ലാസ്. മാമിൻ്റെ ആ ശൈലി ഒരു വേറിട്ട എന്നാണ്. അപ്പോൾ അത്രമാത്രം മനോഹരമായി ഇന്നത്തെ ഈ സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായൊരു വിഷയം വളരെ മനോഹരമായിട്ട് മാം കൈകാര്യം ചെയ്തു. മാം ഒത്തിരി സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്, വളരെ പ്രഗത്ഭയാണ്. മാമിനിത് ഈസിയാണ് ഈ കൈകാര്യം ചെയ്തെന്നറിയാം. എങ്കിലും മാമിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. ഇനി ഒത്തിരി ഉയരങ്ങളിലേക്ക് പോട്ടെ. നമ്മുടെ KCTക്ക് എന്തുകൊണ്ടും ഒരു നിധിയാണ് മാമെന്ന് പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാബു സാർ പറയട്ടെ സാറേ. സാബു സാർ പറയട്ടെ. ഓക്കെ, ഇനി അടുത്ത് രമാവതി മാം പറയും. സാബു സാർ, ശോഭന മാം ക്ലാസ് എടുക്കുമ്പം ഉദാഹരണം, അതായത് ക്ലാസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ബോറടി മാറാനും അത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ അത് ചിന്തിക്കും നമ്മൾ ആ ക്ലാസ്. അതുപോലെയാണ് മാം ക്ലാസ് എടുത്തത്. വളരെ നന്നായിട്ട് മാം, ബിഗ് സല്യൂട്ട്. അപ്പം അതിൽ തന്നെ എനിക്ക് ഒരു 4 വരി കവിത ചൊല്ലാനുള്ളത്, ഈ ഓണത്തിന് ഇപ്പം കേരളത്തില് പൊതുവെ പേരമക്കളോ മക്കളോ വരുന്ന പ്രതീക്ഷിക്കുന്ന അച്ചാച്ചന്മാരുണ്ട്. അപ്പൊ വിദ്യാധരൻ മാഷുടെ കവിതയുണ്ട്. ഓണമാണ് വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്, ദൂരത്തു നിന്നോടിയെത്തുന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വിരുന്നാണ്, പേരിനു മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്. അതിൽ കുറെ ഉണ്ട്. അത് കൈവയ്യ കാൽ വഴങ്ങില്ല, മെയ്യിൽ പാതി കൂട്ടിനില്ല, എന്നാലും ഈ പഴങ്കോടിനുള്ളിൽ ഓണം വന്നാലുണർവാണ്, അപ്പൂ നീ ഇരിക്കുമ്പോൾ കൂടെ അപ്പൂപ്പനെയും ഇരുത്താമോ, പപ്പടം പാതി പകുത്തു നമുക്ക് ഉപ്പേരിക്ക് ചിണുങ്ങാം. അത് ബാക്കിയുണ്ട്, അതെല്ലാം പാടാൻ സമയമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രതീക്ഷകളാണ് ഇപ്പൊ അച്ചാച്ചന്മാരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഓണമെല്ലാം വരുമ്പോ. അപ്പൊ മാം പറഞ്ഞാല് ഈ എന്നാ സാറേ, ഈ പ്രസവിക്കുമ്പോ 28 തോന്നി എണ്ണ എനിക്ക് ഓർമ്മയില്ല. 28 നമ്മുടെ എല്ല് പൊട്ടുന്ന ഒരു വേദനയാണ് പ്രസവത്തിന് ഉള്ളതെന്നാണ് ഞാൻ എവിടെയോ കേട്ടത്. കാരണം ഒരു എല്ല് നമുക്ക് വീണിട്ട് പൊട്ടുമ്പോ തന്നെ നല്ല വേദനയാണ്. അപ്പൊ അതുപോലെ കുറേ എല്ല് പൊട്ടുന്ന വേദനയാണ് പ്രസവത്തിന്റെ സമയത്ത് ഉണ്ടാവുക. അപ്പൊ മാം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം വയോജന ദിനത്തിന് വയോജനങ്ങൾക്ക് ക്ലാസ് എടുക്കല്ലേ വേണ്ടത്. വയോജന ദിനത്തിന് യുവാക്കൾക്കും യുവതികൾക്കും ക്ലാസ് എടുക്കട്ടെ, അവര് മനസ്സിലാക്കട്ടെ കാര്യങ്ങള്. പിന്നെ ഇവർക്ക് കേട്ടി തന്നാ വേണ്ടേ, നമ്മള് വയോജനങ്ങളാണ്, വയോജന ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ കുട്ടികളെ മൈസൂരും ബാംഗ്ലൂരും എല്ലാം കൊണ്ടുവന്നതിന് പകരം ഇങ്ങനെയുള്ള സ്ഥലത്ത് വയോജനങ്ങളുടെ ഇടയിലെല്ലാം ഒരു ടൂർ സംഘടിപ്പിക്കട്ടെ. എന്നിട്ട് അവരുമായിട്ട് ഒരു കുറച്ച് സമയം അവർ ചെലവഴിക്കട്ടെ. അപ്പൊ ആ സ്നേഹം എന്താണെന്നുള്ളതും തലോടുമ്പോ അവർക്കുള്ള ഇഷ്ടം എന്താന്നുള്ളത് അന്നേരം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാം പറഞ്ഞില്ലേ, ശുശ്രൂഷിക്കുമ്പോ നമ്മള് കുട്ടികളെ അടുത്ത് പ്രസവിച്ചിട്ട് അടുത്ത് കിടക്കുമ്പോ എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ മൂത്രത്തില് മുങ്ങലുണ്ട് സാറേ അമ്മമാര്. അപ്പം അമ്മമാര് വയസ്സായിട്ട് കിടക്കുമ്പോ 1 or 2 പ്രാവശ്യം മൂത്രം ഒഴിച്ചാൽ തന്നെ എന്തിനാ മൂക്ക് പൊത്തിയിട്ട് ആ റൂമിലേക്ക് പോകുന്ന ആൾക്കാര്. അതെല്ലാം ചിന്തിക്കേണ്ട സമയം കുറെ കഴിഞ്ഞു. അതിന് മാമിന്റെ ആ കവിത എല്ലാം ഉണ്ടല്ലോ, അത് അമ്മ എന്നുള്ള കവിതന്റെ ഒരു 2 വരിയാണ് മാം ചൊല്ലിയത്. പ്രതിക്രിയയായി വന്ന് കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റവയറിന്റെ തീരാക്കടം,
പെറ്റവയറിൻ്റെ തീരാക്കടം. കാരണം അച്ഛൻ മരിച്ചിട്ടാകുമ്പോ പിന്നെ 4 മക്കളും അമ്മേനെ ഗൗനിക്കുന്നില്ല. അവസാനം ആ ചിന്തകളെല്ലാം ഇങ്ങനെ ഓടി ഓടി വരികയാണ്. അവസാനം ഇവരിങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ അനാഥമന്ദിരത്തിൽ കൊണ്ടുവരുന്ന കഥയാണത്. ശരിക്കും ഇങ്ങനെയുള്ള കവിതകളും എല്ലാം കൂട്ടിയിട്ടാണ് മാം സംസാരിച്ചത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ക്ലാസ്. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഇനി കുറെ ആൾക്കാർ പറയാനുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഗോകുമാർ സാർ ഉണ്ടോ? പിന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയ ഒരു ക്ലാസ് ആയിരുന്നു. പഴയ കാലത്ത് ഇപ്പൊ എനിക്ക് ആ ഓർമ്മകളൊക്കെ വളരെ പ്രയാസമായി തോന്നുന്നു. കാരണം എനിക്കിപ്പോൾ അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടും പോയി. പിന്നെ ഇനി മക്കള് ഉള്ളത് ഇതേ രീതിയാണ്. അവർ വെളിയിലാണ്. അവരെ കൊണ്ട് ഞാനും ഇതേ രീതി കടന്നു പോകുന്ന ആളാണ്. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ വിജ്ഞാനപ്രദമായിരുന്നു, വളരെ രസകരമാണെങ്കിലും പ്രയാസമുണ്ട്, മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ക്ലാസ്സുമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞായി മാസ്റ്റർ പറയൂ. കുഞ്ഞായി മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ടായി ചെയ്യും. മ്യൂട്ടായി പോയി. ഓക്കെ, റോയ് സാർ. ഞാൻ പറയുന്നുണ്ട് സാർ. എന്തെങ്കിലും പറയൂ. മ്യൂട്ടായി പോയതാണ്. സോറി. റോയ് സാർ പറയൂ. സാബു സാർ, ഞാൻ പറയാം. കുഞ്ഞു മാസ്റ്റർ പറഞ്ഞോളൂ. ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാബു സാർ, ഇതിൻ്റെ KCTA നേതൃത്വ നിരയിലുള്ള ഇതിൻ്റെ ഭാരവാഹികൾ, നല്ലൊരു സെഷൻ അവതരിപ്പിച്ച മാം, എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം അറിയിക്കുകയാണ്. എനിക്ക് സാബു സാറിനോട് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഞാൻ രേഖപ്പെടുത്തട്ടെ. പ്രായമായവർ വടിയുമായി കരുതി നടക്കണമെന്ന് പറഞ്ഞത് എനിക്ക് അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല സർ. ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്, മറ്റുള്ളവരിടയിൽ ഒരു പ്രശ്നങ്ങളും കാണിക്കാതെ കുട്ടപ്പനായി സാബു സാറിൻ്റെ മാതിരി തന്നെ ക്ലീൻ ഷീവൊക്കെ അടിച്ച് നല്ല സുന്ദരനായി നല്ല ഡ്രസ്സ് ചെയ്ത് ഞാൻ ആരോഗ്യവാനാണ്, എന്തിനും കഴിയുന്നവനാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെതായ ലയൻ. ഞാൻ മറ്റുള്ളവരോട് ഉപദേശിക്കലും അത് തന്നെയാണ്. 2000 റിട്ടയർഡ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പോൾ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും നിന്നിട്ടാണ് നമസ്കരിക്കാറ്. ചിലർ ഈ കസാലയിലിരിക്കും. ഞാനിതുവരെ പണി ചെയ്തിട്ടില്ല. കസാലയിലിരിക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, എനിക്ക് കസാലൊന്നും വേണ്ടെന്ന്. ഞാൻ ആ ഭാഗം ചിന്തിക്കാറില്ല. അപ്പം സാറ് അത് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും വേണ്ടത് ഏത് പ്രായത്തിലായാലും എത്ര അവശനായാലും നല്ല മാനസികാരോഗ്യത്തോടു കൂടി, ശാരീരിക ആരോഗ്യത്തോടു കൂടി എല്ലാവരുടെ മുമ്പിലും ഞെളിഞ്ഞ് നടക്കണം, നല്ല നിലയിൽ ജീവിക്കണം. നമ്മളെല്ലാം ഇവിടെ സൗകര്യം നല്ല കുട്ടപ്പനായി ജീവിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല പ്രീമിയർ വണ്ടിയിൽ യാത്ര ചെയ്യുക, നല്ല ഡ്രസ്സ് ഉപയോഗിക്കുക, നല്ല ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ജീവിതം ആസ്വദിക്കുക. ഇതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സാറ് ക്ഷമിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ KCTA ഭാരവാഹികളൊക്കെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. മാമ് ഈ സെഷൻ അവതരിപ്പിച്ച മാമ് വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, അതിൻ്റെ നിർദ്ദേശം, നമ്മൾ ശൈശവത്തിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ശൈശവ പ്രായത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നത്. അതേ സമയത്ത് യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടന്നാൽ നമുക്ക് പ്രതീക്ഷകളില്ല അവരെ സംബന്ധിച്ച്. എന്നാലും നമ്മളെ പരിചരിക്കും, അവരെ പരിചരിക്കും, എല്ലാം ശ്രദ്ധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷകളില്ലാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എവിടെ നമുക്ക് വേണ്ടത്, പ്രതീക്ഷകളില്ലെങ്കിലും നമ്മുടെ കടമയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരുടെ ഇഷ്ടം സമ്പാദിക്കുകയും അവരുടെ കുരുത്തത്വം സമ്പാദിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മക്കളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ബോധം ഈ തലമുറകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും.
പിന്നെ മറ്റൊരു സംഗതി വളരെ ശ്രദ്ധേയമായ ക്ലാസ് ആയിരുന്നു. നമ്മൾ ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രകൃതിയിൽ ഇപ്പോൾ കണ്ട് ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല. അമ്മമാര് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ, ഒരു കോഴിയും കോഴിക്കുഞ്ഞുങ്ങളുടെയും ആ ദൃശ്യം മാത്രം മതി. ഒരു കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നത് കണ്ട് വളരുന്ന കുട്ടികളാണെങ്കിൽ, അവർ വീടിൻ്റെ പരിസരത്ത് ആ മാവിൻ്റെ കഥ പറഞ്ഞതുപോലെ അതുപോലെ ദൃശ്യങ്ങൾ കണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവരെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും വെറുക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ സ്നേഹം സമ്പാദിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ അവർ സാധിക്കും. ഈ കുടുംബജീവിതം, പഴയ രീതിയിലുള്ള കുടുംബജീവിതം നഷ്ടപ്പെട്ടതാണ് ഇതിന് പ്രധാന കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിട്ട് തന്നെ സ്കൂൾ ബസ് വരും, അതിൽ കയറ്റും. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ച് അതേ ബസ്സിൽ ഹയർ സ്റ്റഡിക്കാണെങ്കിൽ അവരെ ഏതെങ്കിലും ഹോസ്റ്റലിലോ മറ്റോ ചെയ്തെടുത്ത് പഠിക്കും. ഇങ്ങനെ പ്രകൃതിയുമായിട്ടിണങ്ങി, മുമ്പൊക്കെ ഉള്ള ആളുകൾ കാർഷിക വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അത് നഷ്ടപ്പെട്ടതാണ് ഈ തലമുറക്ക്, ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധികമായ വയോജനങ്ങളും കുട്ടികളുടെ പല പീഡനങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പോയിന്റ് അതാണ്. വളരെ നല്ല സെഷനായിരുന്നു. ഇത് അവതരിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. സാബു സാർ ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. സാറിന് ഒരു വാക്കിൽ ഞാനൊരു ആൻസർ പറയാം. എൻ്റെ ഫാദറിന് 86 വയസ്സുണ്ട്. ശരിക്കും മനസ്സുകൊണ്ടൊരു 45 വയസ്സേ ഉള്ളൂ. 2 പ്രാവശ്യം വർഷത്തിൽ വിദേശത്ത് ടൂർ പോകും. 2 മുട്ടും ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പം 2 മാസമായിട്ടുള്ളൂ. ബസ്സൊക്കെ കയറി നല്ല സുന്ദരമായിട്ട് പോകും. അപ്പം ഞാൻ പറയാറുണ്ട്, ഒരു കുട പിടിച്ച് പോകുന്നത് നന്നായിരിക്കുമെന്ന്. ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, റോയ് സാർ. താങ്ക് യു സർ. ശോഭനാമാഡത്തിൻ്റെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ആശംസകൾ പറയാൻ നേരത്ത് മാഡത്തിന് വളരെയധികം ശ്രദ്ധിച്ചു. കാരണം ഈ കവിതാശകലങ്ങൾ നമ്മളെ വളരെ ചെറുതായ കവിതകളും നാടൻ കവിതകളും വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാഡത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അന്നത്തെ ആ കവിതകളാണ് ഓർമ്മ വന്നത്. ആ കവിതകളിലൂടെ ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ 8 മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഏകദേശം ഈ കാർന്നവന്മാരെയൊക്കെ ശുശ്രൂഷിക്കേണ്ട പ്രായം കഴിഞ്ഞവരധികവും. ഇവിടെ എന്നായിരുന്നു ഇത്ര ഉതകുന്ന കാര്യം മാഡം പറയുന്നത്? അപ്പം മാഡം കൂടെ പറയുന്നുണ്ട് അതുപോലുള്ള ട്രെയിനേഴ്സായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർക്കും മറ്റുള്ളവർക്കും അതുപോലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള ഒരു കാര്യമാണ് മാഡം പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. വളരെ അർത്ഥവത്തായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ സാർ പറഞ്ഞ പോലെ, ഇവിടെ പറഞ്ഞ പോലെ ഉണ്ട്. കാരണം ഈ കാർന്നവന്മാരെയൊക്കെ സംരക്ഷിക്കേണ്ട പ്രായമൊക്കെ അവരൊക്കെ വേർപെട്ടു പോയവർക്ക് എന്ത് ചെയ്യാൻ നോക്കും. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനറായിട്ട് നമ്മളെല്ലാം മാറുക എന്ന മാഡത്തിൻ്റെ ആഹ്വാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു കൈ കൊടുക്കാം അമ്മയ്ക്കും അച്ഛനും, ഒരു ഊന്നുവടിയാകാം അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറഞ്ഞ ആ അവസാനിപ്പിച്ച ഭാഗം ഒരു നല്ലൊരു ഇതായിട്ട്. താങ്ക് യു മാഡം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഐ എൻജോയ് വെരി മച്ച്. താങ്ക് യു സാർ. നാളത്തെ ക്ലാസ് നമുക്ക് നാളെ മെൻ്റൽ ഹെൽത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതിനുശേഷം നമുക്കൊരു സെമിനാറും കൂടി ഉണ്ട്. ക്ലാസ്സിൻ്റെ തലത്തിൽ പറയുമ്പം നാളെ ലാസ്റ്റ് ക്ലാസ്സാണ്. നാളെ നമുക്ക് ലഹരി അതുപോലെ ആസക്തി എന്ന് പറഞ്ഞൊരു വിഷയമാണ് എടുക്കുന്നത്. ബാബു സാറാണ്. ബാബു സാർ എന്ന് പറയാമോ? ബാബു സാർ ഉണ്ടോ? യെസ്. നാളെ നമുക്ക് പറ്റി ക്ലാസ് എടുക്കാം. ടീച്ചറുടെ ശോഭന ടീച്ചറുടെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം. കാരണം ഇന്ന് വൃദ്ധസദനങ്ങളുടെ എണ്ണമൊക്കെ ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഉൾക്കാഴ്ചകൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾക്ക് ലഭിക്കുകയുണ്ടായി.
വളരെ ശ്രുതിമധുരമായ രീതിയിലുള്ള പാട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളതായ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ പ്രസന്റേഷനും ഒക്കെ കൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരം തന്നെ ടീച്ചർ പുലർത്തി. അഭിനന്ദനങ്ങൾ. ശരിയാണ് സാറേ, ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടുക. പക്ഷേ ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടുക എന്നല്ല നമ്മൾ പറയുന്നത്, മനോഹരമായ അടിപൊളി മാർക്കറ്റാണ് വൃദ്ധസദനങ്ങളുടെ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. ചുറ്റുപാടുകളിലും എന്താ പറയുന്നത്, 5 സ്റ്റാർ വൃദ്ധസദനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാറേ ബിസിനസ്സാ സാറേ. യെസ്, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി വിക്ടർ ജോർജ് സാറുണ്ട്, രാജു സാറുണ്ട്, അതുപോലെ ജോർജ് സാർ റെഡി ആയിട്ടുണ്ട്. ജോർജ് സാർ പറയും അപ്പോഴത്തേക്കും. താങ്ക് യു സാർ. ശോഭന മാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. കുറച്ച് നാളുകൾക്ക് ശേഷം പേര് മാറ്റത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും നോക്കുമായിരുന്നു. എന്തായാലും നന്നായി കേട്ടോ. പ്രസന്റേഷൻ എല്ലാവരും പറഞ്ഞു ഇനി എന്താ ആവർത്തിക്കുക, ഒരു കഥാപ്രസംഗം പോലെ പണ്ട് നമ്മൾ കേട്ടതുപോലെ. നല്ല പാട്ടും കഥയും സരസമായ പ്രയോഗങ്ങളും അത്യാകർഷകം, കാര്യമാത്ര പ്രസക്തമായ കാര്യം. എല്ലാവരും കേൾക്കണം, നെഞ്ചിട്ട് വീണ്ടും വീണ്ടും കുത്തും പോലെ കേൾക്കട്ടെ, അനുഭവിക്കട്ടെ എന്ന് ഓർത്തിട്ടാ. വളരെ ശരിയാ. ഞാനും ഓർക്കും, എൻ്റെ പരിസരത്തും ഇത്തരത്തിലുള്ള ഒത്തിരി കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് 98 വയസ്സ് വരെ എൻ്റെ അമ്മയും 84 വയസ്സ് വരെ എൻ്റെ അപ്പനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ അഭിമാനം. ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ ഒരു പ്രശ്നം അമ്മയുടെ മരണമായിരുന്നു, സഹിക്കാൻ പറ്റാത്തതിനപ്പുറത്ത്. അത്രയും എന്നെ ബാധിച്ച ഒന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. കൂടെ പോയെങ്കിലോ എന്ന് വരെ ചിന്തിക്കുന്ന അത്ര മാത്രമായിപ്പോയി. എന്തായാലും പറഞ്ഞപ്പോൾ ആ 5 വയസ്സൊക്കെ ഇങ്ങനെ അങ്ങ് പുറകിലേക്ക് പോയപ്പോൾ നമ്മൾ ഒത്തിരി ആ രംഗങ്ങളോടൊക്കെ ഇങ്ങനെ വൈകാരികമായി മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്തായാലും മാം ഒത്തിരി നന്നായി, ഒത്തിരി സന്തോഷം. താങ്ക് യു. വീണ്ടും കാണാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം. ജോർജ് സാറേ, അത് പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആ അമ്മ ഉണ്ടല്ലോ, എത്ര പ്രായമായാലും അമ്മയോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കിടക്കാൻ ഒരു മടി ഉണ്ടാവും. നമുക്ക് മടിയിൽ കിടക്കാൻ അതൊരു വല്ലാത്തതാണ്. ആ മടിയിൽ കിടക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അന്നേരം തല ഇങ്ങനെ തഴുകുക. ശരിക്കും റിട്ടയർ വന്നിട്ട് എനിക്ക് 8 മാസം അമ്മയുടെ കൂടെ ഇങ്ങനെ, അമ്മ രോഗിയായി കിടന്നൊന്നുമില്ല, അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മ എല്ലാവരും പോയി കഴിയുമ്പോൾ അമ്മ പാട്ടൊക്കെ പാടും. ഇപ്പൊ ഞാൻ പാടിക്ക അമ്മ എന്ന് പറയും. അമ്മ പാട്ട് പാടും, പഴയ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ രസിച്ച് ഞാനും കൂടെ പാടും. രസകരമായ ഒരു 8 മാസം കിട്ടി എനിക്ക്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. ഓക്കെ, ദെൻ വിൻസെന്റ് സാർ. ഗുഡ് ഈവനിങ് സാർ. വളരെ നല്ലൊരു സെഷനായിരുന്നു മാഡം. പ്രത്യേകിച്ച് എനിക്ക് ആംസ് എന്ന് പറഞ്ഞത്, അഫെക്ഷൻ, റെസ്പോണ്ട്, മൈൻഡ്ഫുൾ ആൻഡ് സപ്പോർട്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ പ്രത്യേകിച്ച് റെസ്പോണ്ടിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട് റെസ്പോണ്ട് ചെയ്യണത്, സംസാരിക്കുന്ന രീതിയിൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെയും അവർ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യണത്. അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇൻസിഡൻ്റലി സപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഇവിടെ വന്നു. അവളത് കേൾക്കുകയും ചെയ്തു, സപ്പോർട്ടിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ദിസ് ഈസ് ഹൗ യു ഷുഡ് ബിഹേവ് വിത്ത് യുവർ പാരൻസ്, എസ്പെഷ്യലി ടു യുവർ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് വളരെ നന്നായിരുന്നു മാഡം. എനിവേ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ദെൻ സുഭാഷ്, ആലീസ്. ഗുഡ് ഈവനിങ് സർ. പറയട്ടെ? പറയും. സർ, ഗുഡ് ഈവനിങ് ഓൾ. ഇതില് പാരൻസിന്റെ പ്രസക്തിനെ പറ്റിയിട്ട് ശോഭ മാഡം പറഞ്ഞു, വളരെ രസകരമായിട്ട്. എൻ്റെ അമ്മ പലപ്പോഴും പറയുന്ന ഒരു ഇതിലുള്ള പല മാഡം, ചേച്ചിമാരെല്ലാവരും അമ്മമാരുമാണ്, ഭാര്യയാണ്, അനിയത്തിമാരാണ്. എന്നാലും അമ്മേന്റെ പ്രസക്തിനെ പറ്റി പറയാ. എൻ്റെ അമ്മ ഒരു ചൊല്ല് പറയും, അമ്മയാണെങ്കിൽ ഉറിയില്, അമ്മയാണെങ്കിൽ ഉറിയില്, പെങ്ങളാണെങ്കിൽ അടുപ്പത്ത്, ഭാര്യയാണെങ്കിൽ മുറ്റത്ത്. ആ ചൊല്ലിന്റെ അർത്ഥം, അമ്മയാവുമ്പം എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അതിൻ്റെതായിട്ടുള്ള ഉറിയിലൊക്കെ വെച്ച് മേശപ്പുറത്തൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാവും. പെങ്ങളാണെങ്കിൽ അടുപ്പത്ത്, അവിടെ നിൽക്കും, ഇതായി വരണ്ടേ.
ഭാര്യയാണെങ്കിൽ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ട് വരും. നിങ്ങൾ എല്ലാവരും ഭാര്യമാരാണ്, എല്ലാവരും അമ്മമാരാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അമ്മേൻ്റെ പ്രസക്തി. ശങ്കരാചാര്യര് അവസാന സമയത്ത് അമ്മേനെ പരിപാലിക്കാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹം സന്യാസ കാര്യങ്ങളിലൊക്കെ പോയി. അപ്പൊ അമ്മയ്ക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റിയത് പറഞ്ഞു കേട്ടത് ഉള്ള സാഷ്ടാംഗ നമസ്കാരം. അച്ഛൻ പ്രാധാന്യമില്ല എന്നുള്ളതല്ല, അമ്മേൻ്റെ മാതിരി ആവില്ല അച്ഛൻ ഒരിക്കലും. പണ്ട് കേട്ടമാതിരി ഹൃദയം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പം ഒന്ന് തടഞ്ഞു വീണപ്പം അമ്മേൻ്റെ ഉള്ളിൽ നിന്ന് മോനെ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്, അതമ്മ. അപ്പൊ അച്ഛനുണ്ട്, അച്ഛൻ്റെതായിട്ടുള്ള അസൈൻമെന്റുകളുണ്ട്. പക്ഷെ ശോഭമ്മയുടെ പറഞ്ഞ മാതിരി ഒരു മക്കള് ആവേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു 25 വർഷം ഇങ്ങോട്ടേക്കുള്ള മക്കളിരുന്ന് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ കുട്ടിയാകുമ്പം നമ്മളൊക്കെ എല്ലാവരും ഈ പ്രായത്തിലുള്ള അനിമാരൊക്കെ അമ്മമാര് അമ്പിളി അമ്മാവനെ കാണിച്ചിട്ടൊക്കെയാണ് ചോറ് കൊടുക്കുക. ഇന്ന് ചോറ് കൊടുക്കണമെങ്കിൽ കയ്യിൽ മൊബൈൽ കൊടുക്കണം. പല കുട്ടികളും റൂമിലേക്ക് വലിഞ്ഞു കയറിയിരിക്കും. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ മകനുണ്ട്, എന്നോട് സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അപ്പം അവൻ്റെതായിട്ടുള്ള വേൾഡിൽ. അപ്പൊ ഇനിയുള്ള മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ശരിയാണ് ശോഭ മാഡം പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞത് 30 വർഷം ഇങ്ങോട്ടേക്കുള്ള കുട്ടികളടുത്ത് നമുക്ക് ഇങ്ങനത്തെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പല സ്റ്റേഷനിലും എയർപോർട്ടിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛൻ അവൻ്റെ ഒരു ബാഗിലായിരിക്കും മക്കൾ ഉണ്ടാവുക, മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ബാഗിൽ. അപ്പൊ അച്ഛൻ്റെ നെഞ്ഞോട്ടുള്ള നെഞ്ഞ് ചൂട് കുട്ടി അറിയുന്നില്ല. എനിക്കും എൻ്റെ അമ്മേൻ്റെ വേഷ്ടി മുണ്ടുള്ള കിട്ടുന്ന അമ്മേൻ്റെ ഒരു വാസന ഉണ്ട്. അവരുടെ ബോഡി ഓർഡറും അവരുടെ അടുക്കളയിലുള്ള ഭക്ഷണത്തിന്റെ ആ ഒരു വാസനയും, അതുമാതിരി അമ്മമ്മേൻ്റെ വെറ്റിലേൻ്റെ ആ സ്മെല്ലും, അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്കെല്ലാം കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാസന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മേൻ്റെ അടുത്തുള്ള വേട്ടി മുണ്ടുന്ന വിശപ്പും ഭക്ഷണത്തിൻ്റെ കൊണ്ട് ആ മുലപ്പാലുള്ള സമയത്ത് പാലിൻ്റെ വാസനയും അമ്മേൻ്റെ അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇനിയുള്ള കുട്ടികളുടെ നിന്ന് കിട്ടാൻ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴുള്ള മദേഴ്സ് കൊടുക്കണത് അങ്ങനെയുള്ളൂ. സ്റ്റേഷനിൽ അവർ കുട്ടീനെ നിലത്ത് കിടത്തിയിട്ടുണ്ടാവും, അവർ മൊബൈലിലായിരിക്കും. അല്ലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ മൊബൈൽ കൈ കൊടുക്കും. അത് പിന്നെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുക? പിന്നെ പണ്ടുള്ള കാലങ്ങളിലൊക്കെ സിസേറിയൻ ഉണ്ടായിരുന്നില്ല. സിസേറിയനും രണ്ടും ഭേദമുള്ളത് തന്നെയാണെങ്കിലും പണ്ടുള്ള കാലങ്ങളിലൊക്കെ എല്ലാ കാലങ്ങളെല്ലാം മാറി. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും തമ്മിൽ 10-11 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇന്ന് 2 വയസ്സിനും 3 വയസ്സിനും വ്യത്യാസം. ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷന് കോൺട്രഡിക്ടറി ആയിട്ട് പറയല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. ഇന്നുള്ള കുട്ടികളുടെ ഇപ്പം ഈ കാനഡയിലും UK പോകാൻ വന്ന കാലഘട്ടങ്ങളിൽ ഒരു 10 കൊല്ലം മുമ്പോട്ടേക്കല്ല ഈ അബ്രോഡ് സ്റ്റഡീസ് ഒക്കെ വന്നത്. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പേരൻസ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പേരൻസിനെ നോക്കാൻ പറ്റുക എന്നുള്ളൊരു സംഗതി ഏറ്റവും വലിയൊരു എൻ്റെ കയ്യിൽ ഗൂസ്പിമ്പിൾ വരിക. അത് എല്ലാവർക്കും ആ ഒരു അവസരം കിട്ടില്ല. ആ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തിനാ അമ്പലത്തിലും ഇതിലൊക്കെ പോണത്? പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയായിട്ട് വന്നത് തന്നെ ഒരു ദൈവത്തിന് എവിടെയും കാണാൻ പറ്റില്ല. പക്ഷെ ദൈവം ഇറ്റ്സ് ഇൻകാർണേറ്റഡ് ഇൻ ദ ഫോം ഓഫ് മദർ. അപ്പൊ ഇതൊക്കെ റിയാലിറ്റികളാണ് ഞാൻ പറഞ്ഞ ലൈഫിലും ഇതിലെ കുറെ ഏകദേശമൊക്കെ മനസ്സിലാക്കിയതിന്റെ പേരിൽ. അപ്പം ഇനി തൊട്ടിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ബി ഗിവ്. അപ്പൊ എല്ലാം ചെയ്തിട്ട് കുട്ടികൾ കാനഡയിലാണ് UK ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സമയങ്ങളിൽ അവർക്ക് അവിടെ പോകണം, പാരീസിൽ അവിടെ പോകണം, വൈക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കുറെ പറയണമെന്നുണ്ട്. എല്ലാവർക്കും ചാൻസ് കൊടുക്കണം. അപ്പൊ എന്റെ കണ്ടന്റ് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ട് തോന്നുന്നു. താങ്ക് യു ലിസണിങ് മീ സർ. ഓക്കെ രാജു സാർ. താങ്ക് യു സാബ് സാർ. ഇന്നത്തെ പോസ്റ്റർ കണ്ടില്ല, അപ്പോൾ ഇന്ന് ആരാണ് ക്ലാസ് എടുക്കുന്നതെന്ന് അറിഞ്ഞില്ല. ഞാൻ ലേറ്റായിട്ടാണ് കയറി. ശോഭന മാഡം ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം തുടക്കത്തിൽ മുതലേ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാഡത്തിൻ്റെ സെഷൻ അത്രയധികം എന്താ പറയുന്നത്, ഒരു എൻ്റർടൈനിങ് തന്നെയാണ്. അതായത് കവിതകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും പാട്ടുകളും കുസൃ ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി, അതുപോലെ പഴഞ്ചൊല്ലുകളൊക്കെ ഉൾപ്പെടുത്തി വളരെയധികം രസാവഹമായിട്ട് കുട്ടിനെ പീരിയുന്ന പോലെ വളരെ രസാവഹമായി പോകുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് പലപ്പോഴും മാഡത്തിൻ്റെ സെഷൻ ഞാൻ മിസ് ചെയ്യാറില്ല. മാഡം, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തിന് പോകുന്ന വഴിയിലാണ് മാഡത്തിൻ്റെ വീട്. ഈ MANDH എന്നുള്ള മന്ദാരത്തിൽ നിന്നുള്ള ഫുൾ ഫോം അല്ല, മന്ദാരമാണ് മാഡത്തിൻ്റെ ബൊട്ടീക്ക്. അതിൻ്റെ പടിക്ക് കൂടെ കടന്നു പോകുന്നത്. എനിക്ക് പലപ്പോഴും കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ ഈ സെഷന് അതുപോലെ തന്നെ മാഡത്തിൻ്റെ ജീവിത ശൈലിയൊക്കെയും വളരെയധികം എന്താ പറയുന്നത്, രസാവഹം, വളരെ
എൻജോയബിൾ ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ചീത്ത കുട്ടികൾ, സാറ് പറയുന്നതിന് അല്പം വ്യത്യസ്തമായി പറയാം, ചീത്ത കുട്ടികളില്ല, ചീത്ത മാതാപിതാക്കന്മാരേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അവൾ പഠിക്കുന്നത്, മനസ്സിലായി. നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള മൊബൈൽ കൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ, ഇപ്പം ചെവി വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് മാതൃകയാകണം. കുറച്ചെങ്കിലും കംപ്ലീറ്റായിട്ട് പറ്റുകയില്ലെങ്കിൽ കുറച്ചെങ്കിലും മാതൃകയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ കുറച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിദേശത്തേക്ക് പറഞ്ഞു വിടുക, അത് നമ്മളാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മാതാപിതാക്കളാണ് ചെയ്യുന്നത്. അവർക്ക് ഇവിടെയും ജീവിതമുണ്ട്, ഇവിടെയും ജീവിക്കാൻ സാധിക്കും, സാധാരണക്കാരുമായിട്ട് ചേർന്ന് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മാതൃക നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. നമ്മളൊക്കെ ചെയ്തില്ലേ. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് എന്നോട് യോജിക്കുന്നില്ല. പലപ്പോഴും ഈ കുട്ടികളെ കുറ്റം പറയാതൊക്കെ നമ്മളെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. കാരണം നമ്മളെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഈ പറയുന്ന ജനറേഷൻ ഗ്യാപ്പിന് കുറവുണ്ടാവും. അതുപോലെ നമ്മുടെ ഇപ്പം ഈ പറയുന്നതായ മൊബൈലും അതുപോലെ ലാപ്ടോപ്പും ഒക്കെ ഇതൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുക ചെയ്യുന്നത്. അപ്പം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫേസിൽ നിന്ന് ഫേസിലേക്ക് നോക്കുന്ന പകരം ഫേസ്ബുക്കിൽ തന്നെ നോക്കിയിരിക്കുക, തല കുനിച്ചിട്ട് ഫേസ്ബുക്കിൽ തന്നെ നോക്കിയിരിക്കുന്ന അവസ്ഥ. അതല്ല, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ അതിന് നമ്മൾ മാതാപിതാക്കൾ കുറച്ചുകൂടി ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഈ രീതിയിലാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശോഭന മാഡം പറഞ്ഞ പല കാര്യങ്ങളും വളരെയധികം പ്രസക്തമാണ്, വളരെയധികം റിലവൻ്റാണ്. പിന്നെ മാഡത്തിനെ ഒരു പ്രാവശ്യം കൂടി അഭിനന്ദിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബാക്ക് ടു സാബു സർ. സോ താങ്ക് യു സർ. അനിയ മാം ഒന്ന് കൺക്ലൂഡ് ചെയ്തു. ഗുഡ് ഈവനിങ് എവരിബഡി. താങ്ക് യു ഓൾ. ഓമന മാം, നമ്മൾ ഫോണിൽ ഒത്തിരി അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും നേരിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് നമ്മൾ കണ്ടിട്ടുമില്ല, പിന്നെ ഒന്ന് മീറ്റിങ്ങിലും ഇല്ലാഞ്ഞത് കൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സത്യം. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ അവനോ ക്ലാസ് കൊടുക്കാന്ന് പറഞ്ഞാല് കോൺഫിഡൻ്റ് ആണോ? കോൺഫിഡൻ്റ് ആണെങ്കിൽ അങ്കിൾ സാർ കോൺഫിഡൻ്റ് ആണെങ്കിൽ കൊടുക്കാവുന്ന വരെ ഞാൻ പറഞ്ഞ ഒരു മൊമെന്റിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ് അത്രയ്ക്ക് അധികമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വേറെ ഒരു ന്യൂ ബോൺ ബേബി, ഒത്തിരി കുറവുകളുണ്ട്. പേടിയാണ്, കൂടുതലും പേടി കൊടുക്കുന്നു. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിൽ നിന്നൊക്കെ നല്ല ഹെൽപ്പ് കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് മാക്സിമം പെർഫെക്റ്റ് ആവണമെന്നുള്ള ഉത്തരവാദിത്വവും എന്നിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ചില അവസരങ്ങളിലൊക്കെ എന്നാ പറഞ്ഞ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അതിൽ ബേജാറാവേണ്ടെന്നിപ്പം മോളിൽ നിന്ന് അറിയിപ്പ് കിട്ടി, അവരുടെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട്. പിന്നെ സാവു സാർ ഇതിൻ്റെ എഫേർട്ട്, ഞാൻ അങ്ങോട്ട് സാവു സാറിൻ്റെ ആ ഒരു ഇത് എന്നാ പറഞ്ഞേ, ആര് വന്നാലും എന്ത് ഒരു കുറവ് വന്നാലും നികത്തിക്കൊള്ളാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ ശ്വാസം നേരെ നിന്നത്. ഉള്ള കാര്യം പറയാലോ. സോ നല്ല ഫ്ലോ ആയിരുന്നു. ഞാൻ ആ ചെറുപ്പകാലത്തിലെ കാര്യമൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു കേട്ടോ. കാരണം ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ ജീവിച്ചിട്ടില്ല. 1 വയസ്സായപ്പോൾ തന്നെ മമ്മി കാരിയഡാണെന്ന് നെക്സ്റ്റ് അറിഞ്ഞുകൊണ്ട് എന്നെ മമ്മിയുടെ ചേച്ചിയാണ് വളർത്തിയത്. ആ പേരമ്മയോടൊത്തുള്ള ജീവിതമാണ് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത്. അതെനിക്ക് ഒട്ടും മറക്കാനും പറ്റുകയില്ല. അത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നോക്കുമ്പോഴും എല്ലാം കഴിഞ്ഞ് ഒരിടത്ത് കൊണ്ടിരുത്തി, ആ പഴയ വീടാണ്, അതിനേതാണ്ട് 10-13 വാതിലുകളുണ്ട്, എല്ലാം തുറന്നിടുകയും ചെയ്യും. വളരെ അച്ചടക്കമുള്ള കുട്ടിയായതുകൊണ്ട് ഒരു വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ജാടയൊന്നുമില്ല, ഞാൻ വട്ടം കറങ്ങി അടുത്ത വാതിലിൽ കൂടെ വെളിയിൽ ചാടും. എൻ്റെ പുറകെ ഓടാനേ പേരമ്മയ്ക്കും മൂത്ത 2 കുട്ടികൾക്കും സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അമ്മ ഇപ്പോൾ ഞാൻ ഓർത്തു ഒത്തിരി. സോ
എന്നാ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞേ, വാക്കുകൾ കൊണ്ട് നികത്താൻ പറ്റുന്ന ഒരു ബന്ധമല്ല. ആ ഒരു സമയത്ത് നമ്മളെ നോക്കി നമ്മളുടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ആ വ്യക്തികളെന്ന് പറഞ്ഞാൽ അനുപേക്ഷണീയരാണെന്നുള്ളത് ഇത്രയും എന്നാ പറഞ്ഞാൽ ലളിതമായ രീതിയിൽ മനസ്സിലാവുന്ന വിധത്തിൽ കൊണ്ടുപോവുകയും ഒരേ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ അപ്ലൈ ചെയ്ത് മനോഹരമാക്കിയതിന് അവനവന് ഒത്തിരി 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 താങ്ക്സ്. എൻ്റെ വ്യക്തിപരമായ പേരിലും കോട്ടയം യൂണിറ്റിൻ്റെ പേരിലും സജി സാറിൻ്റെ പേരിലും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ബിഗ് സല്യൂട്ട് യു. താങ്ക് യു. ശോഭനമാമിൻ്റെ ആ ക്രിയേറ്റിവിറ്റി, മന്ദാരത്തിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയൂ. ഞങ്ങളതിലേക്ക് പോകുമ്പോൾ ഫിലിപ്പ് സാറാണെങ്കിൽ എപ്പോഴും അതിലെ പോകുന്നുണ്ട്. കയറി കഴിഞ്ഞാൽ പൈസ പോകുന്നുള്ള കാര്യം ഫിലിപ്പ് സാറിന് അറിയത്തില്ലല്ലോ. ഒന്ന് രാജു സാറ് എപ്പോഴും പറയും ഞാനിതിലെ പോകുമ്പോൾ കയറാമെന്ന്, കയറിയിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു, 12 വർഷം ആകാറായി റിട്ടയർ ചെയ്തിട്ട്. അപ്പം റിട്ടയർ ചെയ്തപ്പോൾ എന്താ പറയുക, അതിന് മുമ്പൊക്കെ സ്കൂളിലൊക്കെ എന്ന് ഈ സാരി കൊടുത്തോണ്ട് പോകുമ്പോൾ അതെല്ലാം എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് ബ്ലൗസ് തയ്ക്കുന്നത്, അങ്ങനെയൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ടീച്ചേഴ്സൊക്കെ അന്ന് പറയായിരുന്നു, ടീച്ചർ പെൻഷൻ പറ്റുമ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ബൊട്ടിക്ക് വല്ലതും തുടങ്ങണം എന്ന് പറയാം. അപ്പോൾ ഒക്കെ അത് വെറുതെ നിസ്സാരമായിട്ട് കണ്ടു. പക്ഷെ പെൻഷൻ പറ്റിയപ്പോൾ എനിക്ക് തോന്നി സർക്കാർ തന്ന പൈസ കൊണ്ട് ഒരു 3-4 പേർക്കൊക്കെ ഒരു എന്താ പറയുക, അന്നത്തിനുള്ള വക കണ്ടുകൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കുറേ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഉണ്ടാക്കാം, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി വേണേൽ കൂട്ടിയെടുക്കാം. അതല്ല, അതിലുപരി 2-3 പേരെ സഹായിക്കണം എന്നുള്ള മനസ്സോടുകൂടി വീടിൻ്റെ വാതിൽക്കൽ തന്നെ മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നത് ഒഴിപ്പിച്ചിട്ട് നമ്മൾ തന്നെ ഒരു ബൊട്ടിക്ക് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു 4 പേര് ജോലിക്കാരുണ്ട്, അവരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും റിട്ടയർ ചെയ്തിട്ട് ഒരു പരിപാടിയില്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനും നല്ല അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നു, ആളുകളെ കാണാൻ പറ്റുന്നു, വയസ്സ് കുറയുന്നു, അങ്ങനെ ഒരുപാട് മാനസികമായൊരു സന്തോഷം. നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടിയിട്ടല്ല, മാനസികമായ സന്തോഷം അത് ഭയങ്കരമാണ്. അപ്പം അങ്ങനെ അത് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ U3 ഞങ്ങളുടെ സാറുമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സ്കൂളുകളിലൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് നടക്കുന്നു. സാറിൻ്റെയൊക്കെ സപ്പോർട്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ എന്താണ്, നമുക്ക് ചെറുപ്പത്തിൽ സാധിക്കാതെ പോയ കാര്യങ്ങൾ ഇനിയും സാധിക്കണമെന്നൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി U3 കുറേ പേര് കൂടി പാട്ട് പഠിക്കാൻ ചേർന്നു. ഞങ്ങളെ സ്റ്റേജിൽ ഞങ്ങൾ ടീച്ചറുടെ പാട്ട് പാടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്താ പറയുക, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, ആ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. നമ്മൾ ഒരിക്കലും ഒരിടത്ത് കുനിഞ്ഞു കൂടിയിരിക്കരുത്, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. തീർച്ചയായും നമുക്ക് ആ മെൻ്റൽ ഹെൽത്ത് അതോടുകൂടി ഉണ്ടാവും. ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് കേട്ടിരുന്ന പിന്നെ ഒരു നിമിഷം പോലും നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്ന് എനിക്കറിയാം. വളരെ സന്തോഷം. വളരെ ഇനിയും അവസരങ്ങൾ ഉണ്ടാവാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ. നന്ദി. തന്നെയല്ല, ഈ പ്രോഗ്രാമിൽ ഒരു ക്ലാസ് എടുക്കണമെന്ന് ശോഭനമാം എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഒരു സ്ലോട്ട് പോലും ഇല്ല. പക്ഷേ ഇന്ന് വളരെ യാദൃശ്ചികമായിട്ട് ശോഭനമാമിനൊരു സ്ലോട്ട് കിട്ടി. ഇതൊക്കെയാണ് ദൈവം മനസ്സിൽ ആഗ്രഹിച്ച, ഇതൊക്കെ ദൈവം കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. പൂർണ്ണമായിട്ട് യോജിക്കുന്ന മാം, ഞാനും വെറുതെ ഇരിക്കില്ല. ഇന്ന് പാട്ട് പാടി, വേണമെങ്കിൽ നാളത്തെ മയക്കുമരുന്ന് എന്താ അങ്ങനെയുള്ള വിഷയമല്ലേ, വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഏകാഭിനയം കാണിച്ചു തരാമാണെങ്കിൽ. അത് രമാവതി മാം എന്ന് പറഞ്ഞാൽ ഒരു സകലകല വല്ലഭയാണ്. എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഒട്ടും സമയമില്ല. പാട്ട്, നാടകം, യോഗ, പിന്നെ എന്താ എങ്ങനെയാ തെയ്യം. അല്ല സാർ, ഇപ്പൊ ആ ഒരു ഷോർട്ട് ഫിലിമിന് 2ാമത്തെ ഒരു അവാർഡും കൂടി കിട്ടി അതിന്റെ ഇതിന്. ഇനിയിപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇല്ല, സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഇന്നലെ 4 ദിവസമായി ഇപ്പം ഫുള്ള് പോക്കാണ്. എന്തായാലും കറക്റ്റ് 7 മണിയാകുമ്പോൾ ഇവിടെ വരും. ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ? ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ മാഡത്തിന്റെ? ഷൗണിശ്ശേരി പെരുവണ്ണ എന്ന സാറേ, അത് ഒരു ഇത് കിട്ടി. ഇപ്പൊ അതിന്റെ കഥയ്ക്കും പിന്നെ ഇതിനും കൂടിയിട്ട് ഇപ്പൊ പിന്നെ നാഷണൽ അവാർഡ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാരംഗീരവൻ ഓണപ്പാട്ട് 2024-25 ഒന്നും നമുക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. സാരംഗീരവൻ 2024, സാരംഗീരവൻ 2025.
പിന്നെ ഡിസംബർ 22-ന് ഒരു പടം വരുന്നുണ്ട്. അത് ഡിസംബർ 22-ന് റിലീസ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അതും ഞാൻ തന്നെ. അതിൽ നായകന്റെ അമ്മയായിട്ടാ. എല്ലാത്തിൻ്റെ ഒരു ലിസ്റ്റ് തരുമോ? ഞാൻ എല്ലാം കൂടെ നോക്കി കണ്ടു. സത്യം അതൊരാവശ്യമാണ്. നമുക്കൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. രമാവതി മാമിന്റെ ജീവിതം എന്നും പറഞ്ഞേ. ജീവിതകഥ. നവരസങ്ങള്. എനിക്ക് അതിശയം തോന്നിയ സാറിന്റെ പ്ലാറ്റ്ഫോം വന്നിട്ട് ഞാൻ 2-3 കുഞ്ഞു കഥകൾ എഴുതി. അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ആ അതെ. മേഖലയിൽ ഞാൻ കൈവെക്കാത്തതാ. അല്ല, ഇവിടെ ഏകാംഗ നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം. ഞാൻ ഓ. അതിൻ്റെ ഇതിട്ട് തരാം. സിംഗിൾ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓ. ഒരാളുണ്ട്. അത് ഞാൻ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. മാമിൻ്റെ അടുത്ത് എവിടെയോ ആണ്. ഞാൻ എൻ്റെ ആ വീഡിയോ ഇട്ട് തരാം. അതല്ല സാർ, ഞാൻ പറഞ്ഞത് നാളെ ഈ ക്ലാസ് കഴിഞ്ഞോടെ വേണമെങ്കിൽ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ അതിനെതിരായിട്ടുള്ള ഒരു സന്ദേശം പോലെ ഇത് നാളെ കമന്റ് പറയുമ്പോൾ പറഞ്ഞോളൂ. പറയാ. ഓക്കെ. ഇതിനെ ധൈര്യമായിട്ട് പറ. ഓക്കെ, അപ്പോൾ സീ യു. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.